അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് സൗന്ദര്യലഹരി എന്ന കൃതിയെ ആസ്പദമാക്കിയാണ്. അതിനു മുമ്പ് ഇത് ആചാര്യശങ്കരന്റെ പ്രകൃഷ്ട കൃതികളിലൊന്നായാണ് അറിയപ്പെടുന്നത്. ആചാര്യശങ്കരന്റെ അല്ല എന്ന് അഭിപ്രായമുള്ള വി പനോളിയെ പോലുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജാമ്യം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരു. അമൃതാത്മാക്കളെ, ഇത് താന്ത്രിക ചിന്ത ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായാണ് അറിയപ്പെട്ടു പോരുന്നത്. തന്ത്രത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് ഇത് പഠിക്കാൻ പോകുമ്പോൾ വേണം. ഭാരതീയ ചിന്ത വൈദിക സംസ്കൃതി മുന്നേറുമ്പോൾ വൈദിക ചിന്തയിൽ അത്ര പ്രകടമല്ലാതെ എന്നാൽ പണ്ഡിതന്മാർക്ക് പ്രകടമാകുന്ന വിധത്തിൽ കിടക്കുന്ന ഒന്നാണ് ശ്രീവിദ്യ. ബൃഹദാരണ്യക ഉപനിഷത്താണ് ഉപനിഷത്തുകളിൽ പ്രകടമായി ഷോഡശാക്ഷരിയെക്കുറിച്ച് പറയുന്നതെന്ന് പറയാം. ബൃഹദാരണ്യകത്തിൽ സപ്താന്ന സർഗം പറയുമ്പോൾ അതിൽ ശ്രീവിദ്യ സൂചിതമായിട്ടുണ്ട് എന്ന് ഔത്തരാഹന്മാരായ താന്ത്രിക പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. തന്ത്രയോഗ പഠിച്ചവർക്ക് അഭിപ്രായമുണ്ട്. ചാന്തോഗ്യത്തിലും താന്ത്രിക സങ്കല്പങ്ങൾ ചിലതുണ്ട്. തന്ത്ര ചിന്ത ഒരു ശാസ്ത്രമെന്ന നിലയിൽ പ്രകടമാകുന്നത് ബംഗാളിൽ നിന്നാണ്. വങ്കദേശം സരസ്വതി ലിപിയിൽ എഴുതിയിട്ടുള്ള പ്രസിദ്ധങ്ങളായ അനേകം ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാലഘട്ടം കൃത്യമായി പറയാൻ അറിയാത്തതുകൊണ്ടാണ് ആ കാലഘട്ടം എന്ന് പറഞ്ഞത്. കുറച്ച് മുന്നോട്ട് കാലഘട്ടത്തെ കൊണ്ടുപോയാലും കുറച്ച് പിന്നോട്ട് കാലഘട്ടത്തെ കൊണ്ടുപോയാലും എനിക്ക് വിരോധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ആ പദം ഉപയോഗിച്ചത്. കാരണം കാലഘട്ടം പറഞ്ഞ് തർക്കിക്കുക, അതിന് സമയം കളയുക, അതൊന്നും ശാസ്ത്ര മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന വിശ്വാസം ഞാൻ പുലർത്തിപ്പോരുന്നത് കൊണ്ട് ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇന്നലെ എഴുതിയതാണെന്ന് പറയാം, ഇതുവരെ എഴുതിയിട്ടില്ല, മറ്റന്നാൾ എഴുതാൻ പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇല്ല, ഇത് BC-യിലാണെന്ന് പറയാം, AD-യിലാണെന്ന് പറയാം. അതൊന്നും എനിക്ക് വിരോധമുള്ള കാര്യമല്ല. കാരണം ഞാൻ ഇതിലേതെങ്കിലും ഭാരതീയ ചിന്ത കുറെ ഒരു 100 വർഷം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ചിന്തയ്ക്ക് ഏതെങ്കിലും കുറവ് വരുമെന്നോ, കുറെ കൂടെ പുറകോട്ടായി കഴിഞ്ഞാൽ ഭാരതീയ ചിന്തയ്ക്ക് ഏതാണ്ട് കുറെ ബഹുമാനം കൂടുതൽ കിട്ടുമെന്നോ രണ്ടും വിശ്വസിക്കാത്തയാളാണ്. ചിന്തയ്ക്കാണ് ബഹുമാനം കിട്ടുന്നത്, അതിന്റെ കാലത്തിനൊന്നുമല്ല. അതുകൊണ്ട് കാലം പ്രസക്തമായൊരു വിഷയമല്ല ഇതെഴുതിയത്. എന്തായാലും ഞാനുണ്ടാകുന്നതിന് മുമ്പാണ്. എനിക്കിന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് ഇതിലെഴുതി വച്ചിരിക്കുന്നതെങ്കിൽ അത് ബഹുമാനിക്കപ്പെടേണ്ടത്. കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ഇന്നത്തെ പുരോഗമന ചിന്തയിൽ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാൻ പ്രയാസമുള്ളതും അതേസമയം ഫലം ഉണ്ടെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെടുന്നതുമായ കാര്യമാണെങ്കിൽ തീർച്ചയായും അത് ബഹുമാനിതമാണ്. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഓടാം, ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കും. കാരണം എൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെയാണ്. പഠിപ്പിക്കുമ്പോൾ ഞാനുള്ള കാര്യം നിങ്ങൾക്ക് വിശദമാക്കി തന്നില്ലെങ്കിൽ നിങ്ങളെ കളിപ്പിച്ചുവെന്ന് നാളെ
തോന്നരുത്. അതിനാണ് അത്രയും പറഞ്ഞത്. വിഷ്ണുക്രാന്ത, രാധാക്രാന്ത തുടങ്ങി ഉള്ള പ്രദേശങ്ങളെ വ്യാപിച്ചിരുന്നതാണ് തന്ത്രവും അതിൻ്റെ സൗന്ദര്യവും. തന്ത്രശാസ്ത്രം അങ്ങ് ഇന്തോനേഷ്യ, ജപ്പാൻ, ചൈന മുതലായ രാജ്യങ്ങളും കിഴക്കോട്ട്, കിഴക്ക് വഴി വെസ്റ്റ് ഇൻഡീസ്, റെഡ് ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളും കിഴക്ക് വഴി, അത് രണ്ട് പടിഞ്ഞാറാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ വീട്ടിൽ ചെന്നൊരു ഗ്ലോബ് എടുത്തു വെച്ച് നോക്കിയാൽ ഫിലിപ്പൈൻസ് മുതലായ കിഴക്കൻ സ്ഥലങ്ങളിൽ നിന്ന്, ജപ്പാൻ, ഫിലിപ്പൈൻസ് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് മഞ്ഞ് നിറയുമ്പോൾ സ്കേറ്റിംഗ് അല്ലെങ്കിൽ സൈക്കിൾ സ്കേറ്റിംഗ് വഴി നേരെ കൊളംബസ് കണ്ടുപിടിച്ച ഇന്ത്യയിലെത്താം. അങ്ങനൊരു ബന്ധം ഇന്ത്യയും ആ രാജ്യവും തമ്മിൽ പൗരാണിക കാലം മുതൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന വൈദിക സംസ്കൃതിയുടെ ചില അംശങ്ങളുണ്ട്. അവിടുത്തെ കവിതകളും ഇവിടുത്തെ കവിതകളുമായി, ഇവിടുത്തെ വൈദിക കവിതകളുമായി, വേദങ്ങളിലുള്ളതുമായി അപ്പം അത്രയും വ്യാപിച്ച് കിടന്നിട്ടുള്ളതാണ്. അങ്ങനെ ആ സ്ഥലങ്ങളും പടിഞ്ഞാറോട്ട് ഇന്ത്യയിൽ നിന്ന് പോയാൽ ഏഷ്യ മൈനർ കടന്ന് സ്പെയിൻ, സ്പാർട്ട മുതലായ സ്ഥലങ്ങളോളം എത്തി നിൽക്കുന്നതായിരുന്നു ഈ പ്രദേശങ്ങൾ. അവിടെയൊക്കെ വ്യാപിച്ചിട്ടുള്ളതാണ് തന്ത്രശാസ്ത്രം. പിന്നീടത് പല മുഖങ്ങളും സ്വീകരിക്കുകയും അതിൽ ജ്യോതിഷവും മന്ത്രശാസ്ത്രം ചേർന്ന് വരുന്ന തന്ത്രശാസ്ത്രത്തെ പലതരം ബ്ലാക്ക് മാജിക്കിന്റെയും മറ്റു തലങ്ങളിലേക്കും പിന്നീട് കൊണ്ടുപോകാൻ ഇടയായിട്ടുണ്ട് പണം മോഹിച്ചവർ. അതുകൊണ്ട് ഇന്ന് കാണുന്നത് അതിന്റെ വികലമായ പതിപ്പാണ്. തന്ത്രശാസ്ത്രത്തിൽ പ്രസിദ്ധങ്ങളായവ രണ്ട് ശാഖകളാണ്. ഒന്ന് സമയാചാരം, രണ്ട് കൗളാചാരം. സമയാചാരത്തിന് ഉപകരണങ്ങൾ, പൂജാദ്രവ്യങ്ങൾ ഒന്നും ആവശ്യമില്ല. മനുഷ്യ മനസ്സ് മാത്രമാണ്. മനസ്സാണ് എല്ലാം എന്ന സങ്കല്പത്തിലൂന്നി മനസ്സ് മാത്രമാണ് സമയാചാരത്തിൽ പങ്കെടുക്കുന്നത്. അതിന് ഒരു ഉപകരണം ഉണ്ടാക്കാൻ പോകണ്ട. പഞ്ചഭൂതങ്ങളെ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പഞ്ചഭൂത നിർമ്മിതമായ ശരീരം ഉള്ളിടത്തോളം മനസ്സ് സങ്കല്പങ്ങൾ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. സമയാചാര തൽപരനായ ആചാര്യ ശങ്കര ഭഗവത് പാദർ സമയാചാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. അതിന് പുറത്തേക്ക് കുറ്റിയില്ല, അല്ലെങ്കിൽ വീണ്ടും വരും, തന്റെ പണി വൃഥാവിലാകും. വില കയറുമില്ല, കയറാൻ സാധ്യത കുറവാണ്. കൗളാചാരത്തിൽ പൂജാദ്രവ്യങ്ങൾ വേണം, പഞ്ചമകാരങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. ലോകമെമ്പാടും ഉണ്ട് എന്നുള്ളത്. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഇതൊക്കെ ഈ താന്ത്രിക സങ്കല്പത്തിലുണ്ടായ ദ്വൈതമതങ്ങളാണ്. സിസ്റ്റമൊക്കെ താന്ത്രികമാണ്. താന്ത്രിക സങ്കല്പങ്ങളിൽ തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന ആരാധനാ സമ്പ്രദായങ്ങളോട് ചേർന്ന് രണ്ട് ശാഖകളും വികസിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് ചാന്ദ്രവംശത്തിൻ്റെതായ ഭാരത എന്ന് ഗീതയിലോ അവിടെ എവിടെയൊക്കെ വിളിക്കുമ്പോൾ ആ ശബ്ദത്തിന് തന്നെ
ചന്ദ്രനെ ആസ്പദമാക്കി, ചന്ദ്രകലയെ ആസ്പദമാക്കി സാധന ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം കിട്ടുക. ഇത് വളരെ വിപുലമായ അർത്ഥമാണ്. അതൊരു ശാഖയാണ്. ഇസ്ലാമിക രീതികളും ഈ ഹിന്ദുക്കൾ താന്ത്രികമായി ഇന്ന് ആരാധിക്കുന്ന രീതിയും നല്ലൊരു ശതമാനം ചേർന്ന് പോകുന്നത് ചന്ദ്രമാർഗത്തിലാണ്. അതേസമയം ഹിന്ദുക്കളിൽ വേറൊരു വിഭാഗം ആരാധിക്കുന്ന രീതിയും ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന താന്ത്രിക രീതിയും സൂര്യനെ ആസ്പദമാക്കി കൗളം തന്നെയാണ്. സമയാചാരം ഇതിൽ നിന്നെല്ലാം അതീതവും ഭാവാതീതന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള ഒന്നാണ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. സമയാചാരം എന്താണെന്നും സമയ എന്താണെന്നും സമയ എന്ന ദേവി എന്താണെന്നും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിലേക്ക് വരും. അതാണ് ഞാൻ പറഞ്ഞ കൗളവും ഡീറ്റെയിൽഡായിട്ട് അന്നേരം പറയും. ഇപ്പോൾ പറയാൻ പോയാൽ നമ്മൾ ആ ജനറലായി നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഐഡിയ കിട്ടില്ല. നിങ്ങളിപ്പോൾ ആദ്യം ഒരു ക്ലാസ് കേട്ടു, നിർത്തിപ്പോവുകയാണെങ്കിലും നിങ്ങളിൽ പലരും പ്രതീക്ഷിക്കുന്നതാണ്. കാരണം ഒരു ഏകദേശ ഐഡിയ കിട്ടിയാൽ നമുക്ക് ആളുകളോടൊന്ന് പറയാം, എന്നിട്ട് അവരെ പറ്റിക്കാം. അതിനുള്ള ചാൻസ് നിങ്ങൾക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം ഇൻട്രഡക്ഷൻ എടുക്കുന്നത്. കാരണം പലരും കാണിക്കുന്ന അമിത താല്പര്യം വരുമ്പോൾ അതിൽ കുറേ ആളുകൾ സാധന ചെയ്തത് ഉറപ്പിക്കണം എന്ന നിർബന്ധം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലും അത് നല്ലതാണ് ഈ ജന്മത്തിൽ. അത് തെറ്റാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കണം, അതിൻ്റെ ശ്ലോകം ചൊല്ലാനെങ്കിലും പഠിച്ചാൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഇടയ്ക്കുന്ന ഒരു ശ്ലോകം ചൊല്ലി അത്ഭുതപ്പെടുത്താം ആളുകളെ. അപ്പോൾ അത്രയായാലും അത് നല്ലതാണ്. അത് തെറ്റാണെന്ന് മറ്റുള്ളവർ പറയുന്ന പോലെ അതിനെ വിമർശിക്കുന്ന പരിപാടി എനിക്കില്ല. അത്രയായാലും അത്രയായി നടക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇൻട്രഡക്ഷനിൽ അത്രയും തന്നാൽ നിങ്ങളുടെ എണ്ണം കുറച്ച് കുറയുമല്ലോ എന്ന് വിചാരിച്ചു. മറ്റു കാര്യമൊന്നുമില്ല, എൻ്റെ ഭാഗത്തുനിന്ന് അത്രയും. പിന്നെ ഞാൻ അവരെ നോക്കണ്ടല്ലോ. പിടിച്ചോ നോക്കിയാ വേണിയണ്ട, എന്തോ പിടിച്ചെന്ന് തോന്നുന്നു. പാമ്പ് കൊല്ലോ ആയിരിക്കും. പാമ്പോടെ ഉണ്ടില്ല, മുകളിലാ, പെരയുടെ മുകളിലാ. ഇതിന്റെ മുകളിലല്ല, പെരയുടെ മുകളിലാ. പെരയുടെ മുകളിലാ. ആ സാരമില്ല. അല്ല, അതിനകത്തല്ല, അതിനകത്തേക്ക് പൂച്ച കയറാൻ വഴിയില്ല. അതിനകത്ത് പൂച്ച കയറാൻ വഴിയില്ല. പുറത്തുനിന്ന് അതിനകത്ത് പൂച്ച കയറാൻ വഴിയില്ല. ആ സാരമില്ല, സാരമില്ല. അത് സാരമില്ല. എന്തായാലും താഴെ നല്ല പിടിച്ചേ. ഇതിനകത്ത് പൂച്ച കയറാൻ വഴിയില്ല. സീലിങ്ങിനകത്ത് കയറാൻ ഒരു വഴിയില്ല. പുറത്തുനിന്ന് ഈ സീലിങ്ങിനകത്തേക്ക് ഒന്നിനും കയറാൻ പറ്റില്ല. അതിനകത്തേക്ക് കയറണമെങ്കിൽ അകത്തൂടെ ഒന്നേ കയറാൻ പറ്റൂ. ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ട്. അത് മരപ്പെട്ടിയായി, അത് നേരത്തെ ആൾ താമസമുള്ള മരപ്പെട്ടിയും ഒക്കെ ആവും. ആണെങ്കിൽ അവിടെ ചെന്ന് ചേർന്നിട്ട് പിടിച്ചതാവും, കുഴപ്പമില്ല. അപ്പോ രണ്ട് ശാഖ സൂര്യ ആരാധനയുടെ
സൂര്യവംശത്തിൻ്റെ, 2 ചന്ദ്രവംശത്തിൻ്റെ. അത് ലോകം എമ്പാടും വ്യാപിച്ചിരിക്കുന്നു. ഇതിനിടയിൽ തന്ത്ര ആഗമങ്ങളിൽ വേറെ ഒരു രീതിവിധാനവും ഉണ്ടായിട്ടുണ്ട്. ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നതായി, അതായത് പൂർണ്ണമായ ആത്മലക്ഷ്യം വരാതെ ഈ വഴിയിൽ പോകുന്നവരെ ഭ്രമിപ്പിക്കുന്നതിന്, പദം വഞ്ചിക്കുന്നതിനെന്നാണ് അതിന് താന്ത്രിക ഗുരുക്കന്മാരിൽ അദ്വിതീയനായ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായി 64 തന്ത്രങ്ങളുണ്ട്. കങ്കാളഭൈരവം, കാലഭൈരവം, തന്നെ കാമികം തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ആ വകുപ്പിൽ. ഹൃദ്ഭേദതന്ത്രം, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. 64 തന്ത്രഗ്രന്ഥങ്ങളുണ്ട്. എല്ലാം വാങ്ങിക്കാൻ കിട്ടും. പ്രാചീനമാണ്. ചില മതിയടി അണിഞ്ഞാൽ കാലത്തെയും ദേശത്തെയും ട്രാൻസാക്ട് ചെയ്യാം. ആ മെതിയടി ഇവിടുന്ന് അണിഞ്ഞാൽ പാതുക തന്ത്രമാണ്. അത് അണിഞ്ഞാൽ ഇവിടുന്ന് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോകാൻ എളുപ്പമാണ്. അതിട്ടാൽ മതി. അങ്ങനൊരു തന്ത്രഗ്രന്ഥമുണ്ട്. അതുണ്ടാക്കേണ്ട വിധി, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഹൃദയം മാറ്റിവെക്കുന്ന തന്ത്രം ഉൾക്കൊള്ളുന്നതാണ് ഹൃദ്ഭേദതന്ത്രം. ഡോക്ടർക്കൊക്കെ പഠിക്കാവുന്ന ഗ്രന്ഥം. അതിനെ ആസ്പദമാക്കി ചില ഐതിഹ്യങ്ങളുണ്ട്. ഹൃദ്ഭേദതന്ത്രവും മറ്റും ഉപയോഗിച്ചിരുന്ന താന്ത്രികരാണ് ഇന്ന് അഘോരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ശവത്തിന് മുകളിലിരുന്ന് പൂജ ചെയ്യുന്നവരും ശവം ഭക്ഷിക്കുന്നവരും. അവരുണ്ടായതിനെക്കുറിച്ചുള്ള ഐതിഹ്യം തന്നെ അവർ മുമ്പ് ചെയ്തിരുന്ന ഹൃദയം മുറിച്ചു മാറ്റുന്ന ശസ്ത്രക്രിയയിൽ വരുന്ന കളയുന്ന ഹൃദയം തിന്ന് ശീലിച്ചു പോയതാണെന്നാണ്. അത് ആധുനിക കാലത്തും അങ്ങനെ ഹോസ്പിറ്റലുകളിൽ സംഭവിക്കുന്നു എന്ന് കഥകൾ ഫോറിനിലുണ്ട്. ഇന്ത്യയിലേക്കായിട്ടില്ല, വന്നുകൂടായില്ല. ഫോറിനിൽ അത്തരം കഥകളുണ്ട്. അതിനെ ആസ്പദമാക്കി പ്രസിദ്ധമായൊരു ഫിലിമുമുണ്ട്, ഹനിബാൾ എന്നോ മറ്റോ. എനിക്ക് തോന്നുന്നത് അവാർഡ് കിട്ടിയിട്ടുള്ള ഫിലിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാഡമി അവാർഡില്ല, മറ്റേ ഓസ്കാർ നേടിയിട്ടുള്ള ഫിലിമാണ് അത്. ബ്രെയിനാണ് പൊരിച്ചു തിന്നുന്നത്, രോഗിക്ക് കൊടുക്കുന്നുമുണ്ട്. അയാളുടെ ബ്രെയിൻ തന്നെ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആ കഥ എന്നാണ് എൻ്റെ ഓർമ്മ. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതായതുകൊണ്ട് ഓർമ്മ കറക്റ്റ് ആകണമെന്നില്ല. കൃത്യമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പം അതുപോലെ ഇന്ത്യൻ താന്ത്രിക ഭാഗത്തിലെ ഇതിന് ഇങ്ങനൊരു വഴിയും പിന്നീട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അവർ അതെല്ലാം ഭക്ഷിച്ച് ആ രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾക്ക് ഈ സമീപകാലത്ത് വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകത്തിന് ഇപ്പോൾ പ്രചാരം കിട്ടണമെങ്കിൽ താന്ത്രികം എന്ന പേര് വെക്കുകയോ അഘോര സമ്പ്രദായത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ഉൾക്കൊള്ളുകയോ ചെയ്താൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ പ്രിയമാണ് എന്നുള്ളതാണ് വസ്തുത. അതിന് വലിയ പ്രചാരത്തിലിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്ത്രത്തിന് മുമ്പെങ്ങും ഇല്ലാത്ത പ്രചാരം സമീപകാലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തന്ത്രം എന്താണ് എന്നറിഞ്ഞിട്ടല്ല. താന്ത്രിക ഗ്രന്ഥങ്ങളുടെ ആഗമനവും വളർച്ചയും അതിന്റെ ചരിത്രം പഠിച്ചാൽ വങ്കദേശത്ത് അവിടുന്ന് അത് വളരുകയും പിന്നീട് അത് കാശ്മീരത്തിൽ അത് എതിർപ്പുകൾ നേരിട്ട ഒരു സമയത്ത് കാശ്മീരത്തിൽ അത് 2-3 ഭാഗങ്ങളായി മാറി. ശൈവതന്ത്രം, ശാക്തേയ തന്ത്രം എന്ന് 2ആയി പിരിഞ്ഞു. ശൈവതന്ത്രത്തിൽ തന്നെ സരസ്വതി ലിപിയിൽ എഴുതിയതുകൊണ്ട് സ്വാരസ്വതന്മാർ എന്നവരെ അറിയപ്പെട്ടിരുന്നു. അവരവിടെ നിക്കക്കളിയില്ലാതെ വന്ന ഒരു സമയത്താണ് ബദരിക്കടുത്തുള്ള സരസ്വതി നദീതീരത്തിലേക്ക് പലായനം ചെയ്തത്. പിന്നെ അവരവിടെയാണ് കഴിഞ്ഞുകൂടിയത്.
സാരസ്വതന്മാർ ബദരിക്കെടുത്ത് സരസ്വതി നദീതീരത്ത് നിന്നാണ് അവര് ഗുജറാത്തിലേക്ക് എത്തുന്നത്. ഗുജറാത്തിലെത്തിയപ്പോൾ അവരുടെ ബ്രാഹ്മണ്യം മാറുകയും വൈശ്യ സമൂഹമായി അവർ രൂപാന്തരപ്പെടുകയും ചെയ്തു. ഗുജറാത്തിൽ അവരുടെ ദേവതയും മാറി. വിട്ടല ദേവനെ പൂജിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി. ഗുജറാത്തിൽ നിന്ന് അവര് നേരെ ഗോവ, കൊങ്കൺ ഏരിയയിൽ വന്ന് താമസമായി. അവിടെ അവരെ നേരിട്ടത് അവരോട് തീരെ പൊരുത്തപ്പെടാൻ പറ്റാത്ത പോർച്ചുഗീസ് അധിനിവേശമാണ്. അങ്ങനെ മംഗലാപുരം വഴി കുറച്ച് മംഗലാപുരത്ത് തങ്ങി, മംഗലാപുരം വഴി അവർ കൊച്ചി വരെ എത്തിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായി അവർ കണക്കാക്കിയിരുന്നത് പോർച്ചുഗീസുകാരെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഗോത്ര സംസ്കൃതി തന്നെ അവർ മാറ്റി, പോർച്ചുഗീസുകാരറിയാതിരിക്കാൻ. ബ്രാഹ്മണ്യം അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചു, സംസ്കാരം മാറ്റിമറിച്ചു. ഇപ്പോൾ അവര് പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ വാർഷികം ആഘോഷിച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം അവരുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ വാർഷികം ആഘോഷിച്ചത്. കേരളത്തിൽ അവരെ അറിയപ്പെടുന്നത് പൈ, കമ്മത്ത്, അങ്ങനെയൊക്കെ അറിയപ്പെടുന്നവരാണ്. അവരെ സാരസ്വതന്മാർ എന്ന്, ഗൗഡസാരസ്വതന്മാർ എന്ന് പറയുന്നത് ഗൗഡി ദേശത്തു കൂടി വന്നുകൊണ്ട് ഗൗഡമായി. സാരസ്വതന്മാർ ഗൗഡദേശത്ത് വന്നപ്പോൾ ഗൗഡസാരസ്വതന്മാരായി. ഗൗഡസാരസ്വതന്മാർ പിന്നീട് കൊങ്കണ ഭാഷ പഠിച്ചതുകൊണ്ട് ലിപിയില്ലാത്ത കൊങ്ങണിമാരായി. ഇങ്ങനെയാണ് അവരുടെ പോരിശ വരവ്. ബംഗാളിലാണ് ഇത് ആവിർഭവിച്ചത്. ബംഗാളിന്റെയാണ് സരസ്വതി ലിപി. ദേവനാഗരിക്ക് പകരം സരസ്വതിയാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ പോന്നിട്ടുള്ളത്. ഇതാണ് തന്ത്രത്തിന്റെ ഒരു വഴിത്താര, ചുരുക്കി പറഞ്ഞാൽ. ഏറ്റവും ചുരുക്കിയാ പറയുന്നത്, കാരണം സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. ബാക്കി പിന്നെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിനെല്ലാം അർത്ഥമുണ്ട്. അനേകാർത്ഥ ബ്രഹ്മിതമാണ് ശബ്ദങ്ങളെല്ലാം. ശബ്ദത്തെയും അതിന്റെ അർത്ഥത്തെയും നമ്മൾ പതുക്കെ കാണും. ഇപ്പം നമ്മളതിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്കൊന്ന് ഏതാണ്ട് മനസ്സിലാകാൻ ഇതെങ്ങനെയാണ് രൂപപ്പെട്ടത്. ഇവരുടെ ക്യാരക്ടറിനെ മാറ്റി വന്ന സമയത്ത് തന്ത്രത്തിന്റെ അവര് പ്രിസർവ് ചെയ്തിരുന്നു. മുഴുവൻ ആളുകളും ഇങ്ങനെ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. കുറെ ആളുകൾ ഇത് പ്രിസർവ് ചെയ്തുകൊണ്ട് പോന്നു, കുറെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ തങ്ങിയിട്ടുണ്ട്. ബംഗാളിൽ കുറെ ആളുകളുണ്ട്, കാശ്മീരിൽ കുറെ ആളുകളുണ്ട്. ശൈവതന്ത്രം പൂർണ്ണമായും കാശ്മീരിൽ ഇന്നുമുണ്ട്, അപൂർവം കുടുംബങ്ങളിൽ. ഈ തന്ത്രാഗമങ്ങളും കാശ്മീരിൽ കുറച്ചുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. പുറത്തിറങ്ങിയാൽ തങ്ങൾക്ക് അപകടമാണെന്നുള്ളതുകൊണ്ട് അവർ അതീവ രഹസ്യമായി അവരുടെ ആ സംവിധാനത്തെ ഇപ്പോഴും ചെയ്തു പോരുന്നവരുണ്ട്. ബീഹാറിലുണ്ട്. കാശ്മീരിൽ നിന്ന് പിന്നീട് പോർച്ചുഗീസുകാർ ഇവിടെ വന്നു പോയി, മറ്റ് എതിർപ്പുകളില്ലാതായി, ജനാധിപത്യമൊക്കെ വന്നപ്പം അതീവ രഹസ്യമായി ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്നവർ ഇപ്പോഴുമുണ്ട്, എല്ലാ ഏരിയയിലുമുണ്ട്. ഇപ്പം അത് നേരെ അവിടുന്ന് പോന്ന് ബംഗാളിൽ ഒന്നാണ്, ഗുജറാത്തിൽ ഒന്നാണ് ഇത് നാശത്തെ പ്രാപിച്ചത്. ഗുജറാത്തിലെ ഭക്തി എന്തിനേയും നശിപ്പിക്കുന്ന, ഏതിനെയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിലെ ഭക്തിക്ക് ദ്വൈതമുഖം വളരെയാണ്. രണ്ട്, ഗുജറാത്തിലെ ഭക്തി വ്യാവസായിക പ്രാധാന്യമുള്ള ഭക്തിയാണ്. ഗുജറാത്ത് എന്നും ബനിയകളുടെ നാടാണ്. സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ എന്ത് കിട്ടിയാലും അതിനെ വ്യവസായമായി കാണുകയും അതിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്യുന്നവർ ഗുജറാത്തികളാണ്. അത് ഗുജറാത്തിന്റെ പ്രത്യേകതയാണ്.
അതുകൊണ്ട് ഏതും ഗുജറാത്തിൽ വെച്ചാണ് തീരുന്നത്. ഇത് നാരദനും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തെക്കുറിച്ച് പറയും. ദ്രാവിഡത്തിൽ ആവിർഭവിച്ച ഭക്തി ഗുജറാത്തിൽ വെച്ച് നശിച്ചു പോയാണ് വൃന്ദാവനത്തിൽ ഭക്തി വിവേക വൈരാഗ്യങ്ങളാകുന്ന മക്കളോടുകൂടി, വാർദ്ധക്യം ബാധിച്ച മക്കളോടുകൂടി വൃന്ദാവനത്തിൽ വന്നിട്ടാണ് ഭക്തിക്ക് യൗവനം തിരിച്ചു കിട്ടിയതെന്നൊക്കെ ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിൽ അതിൽ തന്നെ പറയുന്നുണ്ട്. അത് ഗുജറാത്തിന്റെ പ്രത്യേകതയാണ്. എന്തെങ്കിലും നശിപ്പിക്കണമെങ്കിൽ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയാൽ അതിമൂല്യമുണ്ട്. നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളതിനെ എങ്ങനെ വിമർശിക്കും, എങ്ങനെ കാണും, ഒന്നും എനിക്കറിയില്ല. ഞാനതിന് 2 ദൃഷ്ടാന്തങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നാരദൻ പറഞ്ഞത്, 2 തന്ത്രത്തിന് സംഭവിച്ചു. സന്യാസവും ഗുജറാത്തിന്റെ തലങ്ങളിലാണ് മാറിമറിയാനിടയായിട്ട്. എവിടെയാണോ ഇന്ത്യയുടെ 2 ഭാഗധേയങ്ങൾ അളക്കുന്ന നദികളാണ് ഗംഗയും നർമ്മദയും. ശൈവസങ്കല്പങ്ങളുടെ 2 ഈറ്റില്ലങ്ങളാണ്. വൈഷ്ണവ നദിയാണ് ഗണ്ഡകി. സാളഗ്രാമം കിട്ടുന്നത് ഗണ്ഡകിയിലാണ്. ബാണലിംഗങ്ങൾ മുഴുവൻ നർമ്മദയിൽ. സന്യാസം ലഭിക്കുന്നതിന് നർമ്മദ പരിക്രമണം അനിവാര്യമായിരുന്നു. ഇപ്പല്ല. ഭാരതം മൊത്തം നടന്ന് കാണുന്നതിന് തുല്യമാണ് നർമ്മദയ്ക്കൊരു പരിക്രമണം. പണ്ട് ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഗുരു ശിഷ്യനോട് ആവശ്യപ്പെടുന്നത് നർമ്മദ പരിക്രമണം കഴിഞ്ഞു വരാനാണ്. നർമ്മദ പരിക്രമണത്തിന് പോകുമ്പോൾ പ്രത്യേകം പറയും, പരിക്രമണ വേളയിൽ എവിടെയെങ്കിലും വെച്ച് ചമൽക്കാരമുണ്ടായാൽ പരിക്രമണം നടത്തണം. നർമ്മദ പൂർണ്ണമായി പരിക്രമണം കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഉടനെ നീ എന്നെ ഒന്ന് കാണണം. എനിക്കും അതിൻ്റെ സൂചന ലഭിച്ചുവെങ്കിൽ നീ പൂർണ്ണദീക്ഷിതനാണ്, നിനക്ക് ഞാൻ ദീക്ഷ പൂർണ്ണമായി തരും, പോവാം. ഇല്ലെങ്കിൽ നീ പരിക്രമണം വീണ്ടും തുടരണം. ചമൽക്കാരം എന്ന പദം നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ നർമ്മദയ്ക്ക് പരിക്രമണം ചെയ്യുമ്പോൾ ചില അത്ഭുതങ്ങൾ ഉണ്ടാവും നിനക്ക്. അങ്ങനെ തോന്നുന്നത് നിന്റെ ഹാലൂസിനേഷനാണോ എന്ന് ഞാൻ അറിയണം. എനിക്കും അതുണ്ടാവും. ഞാനാണ് നിന്നെ ഉപദേശിച്ചു വിടുന്നതെന്ന്. ഒരേ സമയം നിനക്കും എനിക്കും ഉണ്ടായത് ഒരേ കാര്യമാണെങ്കിൽ അത് എന്റെയും ഹലൂസിനേഷൻ അല്ല, നിന്റെയും അല്ല. ഒരേ സമയം 2 പേർക്ക് ഒരു കാര്യം കാണാൻ കഴിഞ്ഞാൽ അത് ഹാലൂസിനേഷൻ അല്ല. ഒരാളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനം ഹാലൂസിനേഷൻ ആകാം. ആണെന്നല്ല, ആകാം. അപ്പൊ ഗുരുശിഷ്യന്മാരായ നമുക്ക് ഇങ്ങനൊരു അനുഭവം വന്നാൽ നീ തിരിച്ചു വരുമ്പോൾ നിന്നോട് ഞാൻ എനിക്കുണ്ടായ അനുഭവം പറയുമ്പോൾ അത് തന്നെയാണ് നിനക്കുണ്ടായതെങ്കിൽ, നീ നിന്റെ അനുഭവം പറയുമ്പോൾ അത് തന്നെ എനിക്കുണ്ടായി എങ്കിൽ തീർച്ചയായും നീ പൂർണ്ണദീക്ഷിതനാണ്. പിന്നെ നീ പരിക്രമണം തുടരേണ്ടതില്ല. ഇങ്ങനെയാണ് പഴയ ആളുകൾ ചെയ്തത്. ഗുജറാത്തിലേക്ക് നർമ്മദ കയറുന്നിടത്താണ് ഇന്ന് സർദാർ സരോവർ പദ്ധതി വന്നിരിക്കുന്നത്. നർമ്മദയ്ക്ക് ഇനി പരിക്രമണം ചെയ്യാനാവില്ല. അങ്ങനെ ആദ്യമായി ബനിയകൾ ചെയ്തു വെച്ചത് ഇന്ത്യയുടെ സംസ്കൃതിയുടെ ഏറ്റവും പഴക്കമുള്ള സന്യാസത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഹിന്ദുക്കളോ ഹിന്ദു ലീഡേഴ്സോ ഒന്നും ഒരാളും വെച്ചിട്ടില്ല. നർമ്മദയിലും ഗംഗയിലും അണ കെട്ടുന്നതും നദിയെ മുറിക്കുന്നതിനുമെതിരെ ഒരു സന്യാസി മാത്രമാണ് സത്യാഗ്രഹം കിടന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഉപദേശമാണ്. അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്, സ്ലോ പോയിസൺ ഹോസ്പിറ്റലിനകത്ത്. അതിനും ആരും ഒച്ച വെച്ചിട്ടില്ല. നെറ്റിൽ മാത്രം ഒരു വാർത്ത വന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വന്നു. ഒച്ചവെപ്പൊന്നും ഒരു സംഘടനയും വന്നില്ല.
നേരെ മറിച്ച് എത്രയോ മരണങ്ങൾക്കെതിരെ, നിസ്സാര മരണങ്ങൾക്കെതിരെ എത്രയോ ഇത്രയും വലിയൊരു കാര്യം സന്യാസത്തിന് വേണ്ടിയൊന്നുമല്ല അദ്ദേഹം ചെയ്തത്. അത് ഇന്ത്യക്ക് വരുത്തുന്ന വിനാശത്തെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. സന്യാസിമാർ പോലും അനങ്ങിയില്ല എന്നുള്ളതാണ് പിന്നെ ബാക്കിയുള്ളവർ അറിഞ്ഞുപോലില്ല. ഇന്ത്യൻ സന്യാസിമാരിൽ ഇത് അറിയുന്നവർ തന്നെ ചുരുക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നെറ്റിൽ കുറച്ച് നാള് വാർത്തകൾ വന്നു. ഇപ്പോൾ ഉള്ളവർക്ക് അറിയാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പൊ ഈ ചടങ്ങൊന്നുമില്ല. പഴയ കാലത്ത് സന്യസിച്ചവർക്കെല്ലാം അറിയാം. കാരണം അങ്ങനെയേ സന്യാസം കൊടുക്കാറുള്ളൂ. ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഓർത്തു പറയാം, എന്റെ നാവേൽ വരുന്നില്ല. ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പമാണ്. അദ്ദേഹത്തിന്റെ ഗുരു വളരെ അതിന്റെ പേരിലൊന്നുമല്ല മരിച്ചത്, പോയിസൺ കുത്തിവെച്ചാണ് മരിച്ചത്. എതിരാളികളുടെ ആഗ്രഹപ്രകാരം കൊടുത്തതാണ്. ആ വാർത്ത പോലും ഒരളവ് വരെ തമസ്കരിക്കുകയാണ് ചെയ്തത്. അത് വേറെ ചിലര് അതിനകത്ത് താല്പര്യമുള്ള ഫോറിനേഴ്സ് ഇടപെട്ടുകൊണ്ട് വാർത്ത വന്നതാണ്. അപ്പൊ ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ തന്ത്രം നശിച്ചതും ഗുജറാത്തിലെത്തിയാണ്. ഗുജറാത്തിന്റെ മാഹാത്മ്യം നിങ്ങൾ വളരെ കൂടുതലായി വിചാരിക്കുമ്പോൾ ഒന്ന് പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാണ്. നിങ്ങൾ വളരെ കൂടുതലൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ വലിയ ബിംബങ്ങളാവുമ്പോൾ അത് ഉടഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു വല്ലാത്ത ദുഃഖം ഉണ്ടാവും. അപ്പൊ അത് സൂചിപ്പിക്കാതിരുന്നാൽ എനിക്കൊരു സുഖമില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ആ തന്ത്ര രീതിയിൽ ആചാര്യന്മാർ പലരും ചിന്തിച്ചിട്ടുണ്ട്. തന്ത്രവും വൈദിക സംസ്കൃതിയും തമ്മിലുള്ള സാധർമ്മ്യം, വൈധർമ്മ്യം ഇവയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതൊന്നും ഡീറ്റെയിൽഡായിട്ട് എടുത്താൽ നമ്മുടെ പുസ്തകത്തിലേക്ക് പോകാൻ നേരം കിട്ടില്ല. എങ്കിലും ചിലത് സൂചിപ്പിക്കേണ്ടത് തന്ത്രത്തിന്റെ രീതിവിധാനം ഭൗതികത്തോട് ചേർന്ന് നിന്നു. വൈദിക സംസ്കൃതി ഭൗതികത്തെ പ്രത്യേകമായി എടുത്ത് പഠിച്ച് പൂർവപക്ഷമാക്കി അതിനെ അതിജീവിച്ചാണ് വരുന്നത്. വൈദിക രീതിയിൽ ലോകത്തുള്ള എല്ലാ ശാസ്ത്രങ്ങളെയും വൈദികർ വർണ്ണിച്ചിട്ടുണ്ട്. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ വൈദികമെന്ന് പറഞ്ഞാൽ, താന്ത്രികമെന്ന് പറഞ്ഞാൽ ഒന്നും ഈ ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെന്നാണ്. നിങ്ങളതേക്കുറിച്ച് പഠിക്കുന്നില്ല എന്ന് മാത്രമേ മനസ്സിലാക്കാവൂ. നിങ്ങൾക്ക് അറിയില്ല എന്നേ മനസ്സിലാക്കാവൂ. അതിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് അപകടകരവും അഹങ്കാരവുമാണ്. വൈദിക രീതിയിൽ മനുഷ്യകാമത്തെയാണ് ആദ്യം പഠനവിധേയമാക്കുന്നത്. അജ്ഞാനമാണ് കർമ്മം. കർമ്മത്തിന് കാര്യമായ പഠിപ്പ് ആവശ്യമില്ല. നമ്മൾ ഇന്ന് നമ്മളുടെ കുട്ടികളെ ആയാലും മറ്റുള്ളവരെ ആയാലും പഠിപ്പിക്കുന്നത് അജ്ഞാനത്തിന് ആവശ്യമായതാണ്. ഇപ്പൊ ജീവിക്കാൻ വേണ്ട ഒരു സാധനം ഇറക്കില്ല. അതിന് ശാസ്ത്രം എന്നുള്ളൊരു പേര് ഭാരതീയ ചിന്തയിലില്ല. ഇതാദ്യം മനസ്സിലാക്കും. അനുനിമിഷം മാറുന്ന ഒരു കാര്യത്തിന് ശാസ്ത്രമെന്നൊരു നിർവചനമില്ല. 18ാം നൂറ്റാണ്ട് വരെ ഭൗതിക ശാസ്ത്രവും ഇത് തന്നെയാണ് സങ്കല്പിച്ചിരുന്നത്. മാറ്റമില്ലാത്തതിനെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. 18ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ലോകത്തിലെ കച്ചവടക്കാർ ശാസ്ത്രത്തെ, എന്ത് പദമാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഇംഗ്ലീഷിൽ ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നതാണ് കറക്റ്റ്. എല്ലാ ശാസ്ത്രശാഖയെയും കച്ചവടക്കാർ ഹൈജാക്ക് ചെയ്തു. ശാസ്ത്രത്തെ ഇന്ന് ലോകമെമ്പാടും കൈകാര്യം ചെയ്യുന്നത് കച്ചവടക്കാരാണ്. കച്ചവടക്കാരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ കച്ചവടക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ, അവർക്കു വേണ്ടി നിസ്സാരമായ ശമ്പളത്തിന് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള, തങ്ങളുടെ
ബ്രെയിനെ, മസ്തിഷ്കത്തെ പണയപ്പെടുത്തി വർക്ക് ചെയ്യാൻ തയ്യാറുള്ള പണ്ഡിതന്മാർ, ബുദ്ധിജീവികളാണ് ഇന്ന് ശാസ്ത്രകാരന്മാർ. നിങ്ങൾക്ക് ദഹിക്കുന്ന പദമല്ല ഞാൻ ഉപയോഗിച്ചത്. അവരിൽ ആരെ എടുത്താലും ഇന്ന് പറയുന്ന കാര്യം ഉളുപ്പില്ലാതെ നാളെ മാറ്റി പറയാൻ യാതൊരു പഞ്ഞവുമില്ല. അവരോട് ചോദിച്ചാൽ ഈ മാറ്റമാണ് സയൻസ്. ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെയോ ഈൻസ്റ്റീനിയൻ ഫിസിക്സിന്റെയോ അതുപോലെ തന്നെ മാക്സ് പ്ലാങ്കിന്റെ ആഗമനം കൊണ്ടുണ്ടായ ക്വാണ്ടം ഫിസിക്സിന്റെയോ അവിടുന്ന് പിന്നീട് വളർന്നു വന്ന വർണർ ഹൈസൻബർഗും കൂട്ടരും അവതരിപ്പിച്ചു കൊണ്ടുവന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെയോ ലോകമെടുത്താൽ ഈ സയൻസ് അല്ല. അതൊക്കെ ശാസ്ത്രലോകത്തെ സിദ്ധാന്തങ്ങളായി വേറൊരു ലോകത്ത് പഠിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രായോഗിക തലത്തിൽ ഇന്ന് നിൽക്കുന്ന ശാസ്ത്രകാരന്മാർ ഇതിനോടൊന്നും ബന്ധമുള്ളവരല്ല. ഇതിന്റെ അടുക്കിലുള്ള പഠിപ്പിക്കലല്ല നിങ്ങളുടെ കോളേജുകളിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ വല്ല എലക്റ്റീവ് ഗ്രൂപ്പിലും ഒരു സൂചന തന്നു നിങ്ങൾക്കും മനസ്സിലാകാതെ പഠിപ്പിച്ചവനും മനസ്സിലാകാതെ ഒരു നോട്ട് തന്നു വിടുമെന്നല്ലാതെ പിന്നീട് നിങ്ങൾ ഒരിക്കലും ഇതൊന്നും വായിച്ച് വഴി തെറ്റരുത് എന്ന നിർബന്ധത്തോടു കൂടിയാണ് പഠിപ്പിക്കുന്നത്. ഫിസിക്സ് ഡിഗ്രി എങ്കിലും ഉള്ളവർ, സബെങ്കിലും ഉള്ളവർ ഒരാളുമില്ല. സബാണ്. ആം ഐ റൈറ്റ്? മെഡിസിൻ മെയിനായിട്ടുള്ളത് 3 ഡോക്ടർമാരുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. ഡോക്ടർമാർ വേറെയും കാണുമായിരിക്കും. ആം ഐ റൈറ്റ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കൊള്ളുക. കെമിസ്ട്രിക്കാർ, മാത്തമാറ്റിക്സുകാർ ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ആലോചിച്ച് നോക്കുകയുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയാണ്. ആലോചിച്ചിട്ടേ തീരുമാനിക്കാം. അല്ല ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് തീരുമാനിക്കണ്ട. മറിച്ച് വൈദിക സംസ്കൃതി പോയത് ആത്യന്തിക സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് പോകണം. അതിന്റെ തലത്തിലേക്ക് പോകുമ്പോൾ രണ്ടായിട്ട് അവർ തിരിച്ചു. അതിനടിസ്ഥാനമായ ഒരിടത്ത് മനുഷ്യ കാമത്തെയാണ്, ആഗ്രഹങ്ങൾ. ജനനത്തിന് കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ, സ്വന്തം ആഗ്രഹം, അതിനെ സ്വേച്ഛ എന്നാണ് അവർ പേരിട്ടത്. മനുഷ്യന് മനസ്സ് എന്നുള്ളവരിടത്തോളം കാലം ആ മനസ്സ് വികാരം കൊണ്ട് നിലകൊള്ളുന്നതാണ്. വികാരപ്രകാരം ചില ജീവജാലങ്ങൾ, ചില സസ്യജാലങ്ങളും ജീവജാലങ്ങളും എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ജീവനുള്ളവയെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച്. ജീവനില്ല എന്ന് വിശ്വസിക്കുന്ന, ചരകനും മറ്റും ജീവനുണ്ടെന്ന് പറയുന്ന പാറ പോലുള്ള ചില വസ്തുക്കൾ, ചില അലങ്കാരങ്ങൾ, ഇവയോടൊക്കെ ബന്ധമുണ്ട്. ഭാര്യ, മക്കൾ, ഇവയോടൊക്കെ ബന്ധമുണ്ട്. സ്വന്തം ഭാര്യയെ ആരും കമന്റ് അടിക്കരുത്, സ്വന്തം ഭാര്യയെ ആരും നോക്കരുത് എന്ന് വിചാരിക്കുന്നവനാണ് മറ്റേതെങ്കിലും പെൺകുട്ടിയെ കണ്ടാൽ കമന്റ് അടിക്കുന്നവനും തരം കിട്ടിയാൽ അതിനെ ഉപദ്രവിക്കുന്നവനുമായിരുന്നാൽ പോലും സ്വന്തം സഹോദരിയെ, സ്വന്തം അമ്മയെ. ഇത് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും BBC-യുടെ ഒരു ഇത് വന്നേ പിന്നെ ഒക്കെ നിങ്ങളൊക്കെ ആ ചർച്ചയ്ക്കും ബഹളത്തിനുമൊക്കെ പോയിരിക്കും, അല്ലെങ്കിൽ ചാനലിൽ കാണാൻ പോകും. നിങ്ങൾ ചിന്തിക്കാത്തതാണ് ഈ ഇരട്ടത്തപ്പ് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ എഡ്യൂക്കേഷന്റെ തകരാറുകൊണ്ടാണ്. പഴയ കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാത്തത്? അന്ന് മനസ്സിനും ഇമോഷൻസിനും പ്രാധാന്യം കൊടുത്തായിരുന്നു വിദ്യാഭ്യാസം. അത് വൈദികർ കൊണ്ടുവന്നതാണ്. അതിന്റെ അടിസ്ഥാനമായി അവരെടുത്തത് കാമത്തെയാണ്.
ആഗ്രഹത്തിന് സ്വന്തം ആഗ്രഹമെന്ന ഒരു തലം, 2 അന്യന്റെ ആഗ്രഹം. പരേച്ഛ. പ്രാരബ്ധത്തെ സ്വേച്ഛാ പ്രാരബ്ധം. ഇന്ന് നിങ്ങൾ കുട്ടികളെ വളർത്തുന്നത് സ്വേച്ഛ വളർത്തിക്കൊണ്ടാണ്. നീ കഴിക്കുക, അച്ഛന് ഇഷ്ടമുള്ളപ്പം വന്ന് കഴിക്കും. കാത്തിരുന്നാൽ ആ മനുഷ്യന് മനസ്സിലാവില്ല. നീ നിന്റെ കാര്യം നോക്ക്, അവന്റെ കാര്യം അവൻ നോക്കിക്കോളും, നീ നോക്കണ്ട. ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ തലമുറ വരെ പഠിപ്പിച്ചത് അവന്റെ കാര്യം നോക്കിയിട്ട് നിന്റെ കാര്യം നോക്കും. ആദ്യം നിന്റെ വീട്ടിലെ ജീവജാലങ്ങൾ കഴിച്ചോ എന്നോ, വന്ന അതിഥികൾ കഴിച്ചോ എന്നോ, എല്ലാവരും കഴിച്ചോന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നീ കഴിച്ച് ശീലിക്കും. നിന്റെ അച്ഛൻ കഴിക്കുന്നത് നീ കണ്ടില്ലേ? നിന്റെ അമ്മ കഴിക്കുന്നത് കണ്ടില്ലേ? എല്ലാവരും കഴിച്ചെന്ന് ഉറപ്പ് വന്നിട്ടല്ലേ അവർ കഴിക്കുന്നത്. നീ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ആരെങ്കിലും ഉണ്ടോ? കരുന്നോളം. വിവരം വല്ലതും പറയാനാണോ എന്ന് ചോദിച്ചിട്ട് ചിലപ്പം അതുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. കയറി പോന്നാ മതി. ആ കസേര മാറ്റിയിട്ടിരുന്ന പോലെ കാലി ചിലപ്പോ. അപ്പോ പഴയ കാലത്തെ ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ചത്. അത് പ്രായമായവരിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവര് പ്രായം ചെന്നവർക്ക് അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ചെയ്യുക. ഇതിൽ കാരണന്മാരൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ചാലും അവസാനം ചോദിക്കുക, പശുവിന് വെള്ളം കൊടുത്തോ? കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് വന്നിട്ടേ അവർ കഴിക്കൂ. രാത്രിയായാലും പട്ടിക്ക് കൊടുത്തോ, പൂച്ചയ്ക്ക് കൊടുത്തോ? അതൊക്കെ വളർത്തുന്ന ഉണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ്. അല്ല അവർക്ക് വശന്നു അവർ കഴിച്ചു പോയി, അങ്ങനല്ല. ഇന്ന് കുട്ടികളെ വളർത്തുമ്പോൾ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അച്ഛൻ കഴിച്ചോ, അമ്മ കഴിച്ചോ, ആർക്കറിയാം? പരേച്ഛ പ്രാരബ്ധം പൂർത്തിയാകാതെ കിടക്കും അവന്റെ ജന്മം മുഴുവൻ. അതിന്റെ അസ്വസ്ഥതയും രോഗവുമാണ് ആധുനിക മനുഷ്യൻ നേടുന്നത്. എല്ലാ രോഗങ്ങളും ഇമോഷണലാണ്. ഒരുവന്റെ ശരീരവും മനസ്സും ഇമോഷൻസ് കൊണ്ടാണ് സമ്പൂർണമാകുന്നത്, ബുദ്ധി കൊണ്ടല്ല. ഈ കാഴ്ചപ്പാടറിഞ്ഞ് കാമ്യകർമ്മങ്ങളെ, സ്വേച്ഛ കാമങ്ങള്, പരേച്ഛാകാമങ്ങൾ, ഇത് രണ്ടുകൊണ്ട് തീർന്നില്ല. യാതൊന്നും ആഗ്രഹിക്കാതെ ചില ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എനിക്ക് ചെയ്യാതെ നിവൃത്തിയില്ല. അതിന് അനിച്ഛാ പ്രാരബ്ധം എന്നാണ് പറയാം. മറ്റൊരാളൊന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ എത്ര ആലോചിച്ച് നോക്കിയാലും എനിക്ക് വേണ്ടിയല്ല. എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ പരിചയക്കാർക്കോ ബന്ധുക്കൾക്കോ വേണ്ടിയല്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ചെയ്തു. നിങ്ങളെല്ലാവരെയും സംബന്ധിച്ചും അങ്ങനെ കുറെ കർമ്മങ്ങളുണ്ട്. ഒരു പക്ഷേ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കേണ്ട, അതുകൊണ്ടായി ഒരു പക്ഷേ ചേർത്ത് നിർത്തുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ കർമ്മങ്ങൾ ആ വകുപ്പിലാണ്. എന്തുകൊണ്ട് എന്ന് ഉത്തരം കിട്ടാത്തതും തനിക്കു വേണ്ടിയോ അന്യർക്കു വേണ്ടിയോ എന്ന് പറയാനാവാത്തതുമായ അനേക കർമ്മങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നു. അത് മാത്രമാണ് പിന്നീട് ആലോചിക്കുമ്പോൾ സുഖം തരുന്നത്. ബാക്കിയുള്ളതിനൊക്കെ കാരണമുണ്ട്.
കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ അടി കിട്ടുകയും ചെയ്യും. എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം പിന്നീട് എനിക്ക് നേരെ തിരിയും. അന്നേരം അത് ചെയ്യാതിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. ഒരു സുഖവും തരികയില്ല. ഞാൻ ഇന്ന് വരെ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം കീഴ്മേൽ മറിഞ്ഞ് എന്നെ വേട്ടയാടും. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പരിചയക്കാർക്ക് വേണ്ടിയൊക്കെ ചെയ്ത കർമ്മങ്ങൾ അവരൊക്കെ അതിൻ്റെ സുഖം അനുഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും അല്പം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈഗോ പൊന്തിയിട്ട് എന്നെ കാണുമ്പോഴൊക്കെ അവർ ശത്രുവായി കരുതും. അതിന്റെ കാരണം ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം മറ്റൊരുത്തനോട് മേടിക്കുമ്പോൾ സുഖവും, മേടിച്ച് കഴിഞ്ഞത് അനുഭവിച്ച് കഴിഞ്ഞ് ആ മേടിച്ചവനെ കാണുമ്പോൾ വരുന്ന ഒരടിമത്വബോധത്തിന്റെ ദുഃഖവുമാണ്. എന്ത് സാധനമായിരുന്നാലും ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ അല്ലാതൊരു അനുഭവം ലോകത്തില്ല. അറിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത്. എന്റെ കർത്തവ്യം ഞാൻ ചെയ്യുന്നുവെന്ന വിധത്തിലാണെങ്കിൽ ദുഃഖിക്കില്ല. മറിച്ചാണെങ്കിൽ ഒട്ടേറെ ദുഃഖം വരും. 1000 തവണ നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഇതിനകം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ടുണ്ടാവില്ല. കാരണം നിങ്ങളെ കാണുമ്പോൾ പിന്നെ അവർക്ക് വരുന്ന ബോധം നിങ്ങളോട് അവർ കൈപ്പറ്റിയതാണ്. സഹിക്കാൻ പറ്റില്ല. മനുഷ്യന് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് അവന്റെ ഈഗോയാണ്. അത് തകർന്നു പോകും. ഇയാൾ പറയുമോ, മറ്റുള്ളവരോട് പറയുമോ ഇയാളുടെ സഹായം ഞാൻ നേടിയെന്ന്? പറയുന്നതിന് മുമ്പ് ഇവൻ തന്നെ കയറി പറയും. എന്നിട്ട് അയാൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. കർമ്മം ഇതെല്ലാം ചേർന്നതാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ചെയ്താൽ മറക്കാൻ പഠിച്ചിട്ടുള്ളവന് ദുഃഖം കുറയും. എന്ന് പറഞ്ഞാൽ ബുദ്ധിഹീനന്. ഓർമ്മിച്ചാലും ഓർമ്മിക്കാത്തവനെ പോലെ ജീവിക്കുന്നവന് പരമസുഖമുണ്ടാവും. മനസ്സിലായില്ല? അത് ഓർമ്മിച്ച് പറയുന്നവൻ നിത്യദുഃഖത്തിലാണ്. ഇതാണ് വൈദികർ ആദ്യം പഠിപ്പിക്കുന്നത്. കർമ്മത്തിന് ഇങ്ങനെ ഒരു തലമുണ്ട്. ഇത് കഴിഞ്ഞു മാത്രം കടന്നു ചെല്ലുന്നതാണ് നിഷ്കാമകർമ്മം. അല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് നിഷ്കാമകർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. അങ്ങനൊരു സാധനമേ ഇല്ല. അത് അനുഷ്ഠിക്കാൻ എളുപ്പമല്ല. കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അന്ധക്കരണം വിശുദ്ധമാകുമ്പോൾ തന്നെത്താൻ വന്നു ചേരുന്നതാണ് നിഷ്കാമകർമ്മം. ഇത്രയും ആദ്യം ഫണ്ടമെന്റലായി ഓർക്കണം. മറ്റ് കർമ്മങ്ങളൊക്കെ ബുദ്ധി വേണ്ടതോ ശാസ്ത്രം പഠിക്കേണ്ടതോ സിദ്ധാന്തം അറിയേണ്ടതോ അല്ല. അത് നാച്ചുറലായി നടക്കും. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് എന്താ പറയുക, വംശവർദ്ധനവും, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ലോകം നിങ്ങൾ തന്നെത്താൻ നടന്നോളും. അതിന് സിദ്ധാന്തമൊന്നും പഠിക്കണ്ട. കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കാനുള്ള ഈ കർമ്മങ്ങളെല്ലാം അതിന് സിദ്ധാന്തമൊന്നും വേണ്ട. അതിന് കോമൺ സെൻസേ വേണ്ടു. അത് പഠിക്കാനും പറ്റുകയില്ല. പഠിച്ച് കോമൺ സെൻസ് ഉണ്ടാവില്ല. അത് ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ അതിനുള്ള വഴി വച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത് ഇതിനകത്തൊന്നും ചർച്ചയല്ല. ഈ കർമ്മങ്ങളിൽ ശരീരശാസ്ത്രത്തെ ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് തന്ത്രത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടത് കൂടുതൽ മോഡേണാണ്. അതുകൊണ്ടായിരിക്കണം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതിനോട് താല്പര്യം കൂടാൻ. ഒരളവ് വരെ മോഡേൺ മെഡിസിൻ പോകുന്നത് തന്ത്രത്തിലുള്ള വൈദ്യസമ്പ്രദായത്തിലൂടെയാണ്. വൈദിക സമ്പ്രദായം ഈ വഴിയിലല്ല പോകുന്നത്. അതാണ് അതിന്റെ വൈധർമ്മ്യം. സാധർമ്മ്യവും വൈധർമ്മ്യവും പറയും. വൈദിക സംസ്കൃതിയിൽ തന്ത്രത്തിന്റെ ആദിമ രൂപങ്ങളെല്ലാം ഭംഗിയായി ഉണ്ടെങ്കിലും, ഷോഡശാക്ഷരി മന്ത്രം വരെ ഉണ്ടെങ്കിലും, വൈദിക ധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നത്
ഇത് ശരീരശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ശരീര വ്യവച്ഛേദ തന്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. വൈദികി ആ പ്രാധാന്യം കൊടുക്കുന്നില്ല. വൈദികി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ശരീര വ്യവച്ഛേദ ശാസ്ത്രത്തിനല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അനാട്ടമി, ഫിസിയോളജി എന്ന് രണ്ടുള്ളതിൽ ഫിസിയോളജിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അനാട്ടമിക്കാണ് തന്ത്രം പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ശാരീരികമായി തന്നെയാണ് തന്ത്രം വർണ്ണിച്ചിട്ടുള്ളത് കാര്യങ്ങളെ. ആദ്യം മുതലേ മോഡേൺ മെഡിസിനും അനാട്ടമിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. ആം ഐ റൈറ്റ്? അനാട്ടമിക്കലായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതിനെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു സമീപകാലം വരെ മോഡേൺ മെഡിസിൻ സ്വീകരിച്ച തന്ത്രം. അതിലൊതുങ്ങി നിൽക്കാത്തത് കൊണ്ടാണ് അല്പമൊക്കെ ഫിസിയോളജിക്ക് പ്രാധാന്യം കൊടുത്ത് അതിപ്പോൾ വികസിച്ചു വരുന്നത്. എവിടെ ഫിസിയോളജിക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുന്നു അവിടെ എക്സ്പ്ലനേഷൻ അസ്തമിക്കുന്നു. ഫിസിയോളജി അനാട്ടമിയും ചേർത്ത് വെച്ചാണ് തന്ത്രം പോകുന്നതെങ്കിലും അനാട്ടമിക്ക് അന്യൂനമായ പ്രാധാന്യം തന്ത്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും തമ്മിൽ ചേർന്നാണ് പോകുന്നത്. മോഡേൺ മെഡിസിന്റെ സിമ്പൽ തന്നെയാണ് തന്ത്രത്തിന്റെ സിമ്പൽ തന്നെയാണ് മോഡേൺ മെഡിസിൻ സ്വീകരിച്ചിരിക്കുന്നത്. ആ മേരുവും ചുറ്റി രണ്ട് പാമ്പും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് യൂറോപ്പിലെ അല്ല. നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന അങ്ങനെയാണ്. യൂറോപ്പുമായതിന് യാതൊരു ബന്ധവുമില്ല സങ്കല്പത്തിൽ. ആ എംബ്ലം എങ്ങനെയാണ് ഗ്രീക്ക് ലാറ്റിൻ ആണെന്ന് നിങ്ങൾ പറയുന്നത്? എവിടുന്നാണ് അതിന്റെ ആരംഭം? എന്താണ് ഇടയും പിങ്കളയും സുഷുപ്നയും? വേറെ ഏത് രാജ്യത്താണ് ഇതുപോലെ സിംബോളിക്കായിട്ട് വർണ്ണിച്ചിട്ടുള്ളത്? തന്ത്രത്തിൽ നിന്ന് തന്നെയാണ്. താന്ത്രികമായി പഠിക്കാത്തതുകൊണ്ടും താന്ത്രിക ഗ്രന്ഥങ്ങൾ വായിക്കാത്തതുകൊണ്ടും ഫോറിനിൽ നിന്നായിരിക്കുമെന്ന് ഊഹിച്ചിട്ട് പറയുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ അതിന്റെ ഗ്രന്ഥങ്ങൾ പറയട്ടെ. ആ ഗ്രന്ഥങ്ങൾ എവിടോട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് അന്വേഷിക്കട്ടെ. അതാണല്ലോ അതിന്റെ പ്രോപ്പർ വേ. ഇതൊക്കെ എന്നിൽ നിന്ന് കേട്ട ഇത്രയും മാത്രം കേട്ടിട്ടെന്ന് മറ്റുള്ളവരോട് തർക്കിക്കരുത്. അത് ലോക വിഡ്ഢിത്തമാണ്. നിങ്ങൾക്ക് മുഴുവൻ പറയാറാകുന്നവരെ നിങ്ങൾ പഠിച്ചില്ല എന്നേ വിചാരിക്കാവൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറെ സിംബൽസ് മാത്രമാണ്. അത് വെച്ചൊന്നും നിങ്ങൾക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും ആവില്ല. അവർക്കും നിങ്ങളോട് തർക്കിച്ച് ചെയ്യിക്കാനും ആവില്ല, ഇത്രയും കിട്ടിയാൽ തന്നെ. അങ്ങനെ വരുമ്പോൾ രണ്ടു കൂട്ടരും കൺഫ്യൂസ്ഡ് ആണ്. അത് പാപമാണ്. അതുകൊണ്ട് ഇത് അവരോട് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതോ ഒന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെന്ന് തോന്നൽ വന്നാൽ നല്ലതാണ്. താന്ത്രിക രീതികളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ആ താന്ത്രിക രീതിയിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പ്രാധാന്യമില്ല എന്ന പദമാണ് ഞാൻ ഉപയോഗിച്ചത്. തെറ്റിദ്ധരിക്കരുത്. അതാണ് നിങ്ങൾ കേട്ടിട്ട് പോകുമ്പോൾ ശരീരശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തല്ല ആയുർവേദം വളർന്നിട്ടില്ല. ആയുർവേദം വൈദികമാണ്, താന്ത്രികമല്ല. താന്ത്രിക ആയുർവേദം വേറെയുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഹൃദ്ഭേദ തന്ത്രവും ഒക്കെ ഉൾപ്പെടുന്നു. ചരകമോ സുശ്രുതമോ അഷ്ടാംഗ ഹൃദയമോ ഒക്കെ വന്നിരിക്കുന്ന വൈദിക സംസ്കൃതിയിൽ. വൈദിക സംസ്കൃതിയിൽ നിന്ന് വ്യത്യസ്തമായ ചില പുസ്തകങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ചികിത്സാമഞ്ജരി അക്കൂട്ടത്തിലൊന്നാണ്. ഒരുപക്ഷെ വാഗ്ഭടന്റെ അഷ്ടാംഗ ഹൃദയത്തെക്കാൾ കേരളീയർ കൈവച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊന്നാണ് ചികിത്സാമഞ്ജരി. എല്ലാ രോഗങ്ങളെയും ശരിയായ ഒരാൾ ചികിത്സാമഞ്ജരി ആദ്യം മുതൽ പഠിച്ചിട്ട് വെറുതെ റെഫർ ചെയ്തിട്ട്, രോഗി വന്നിരിക്കുമ്പോൾ രോഗം എന്നാണെന്ന് പറഞ്ഞാൽ പുസ്തകം എടുത്ത് റെഫർ ചെയ്തിട്ട് മരുന്ന് കൊടുത്താൽ ഫലം കിട്ടും. വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും പഠിക്കണ്ട. അത്ര ഫലപ്രദമാണ്. അത് പൂർണ്ണമായി വൈദികമായി മാത്രമല്ല, മലയാളത്തിലെ ശ്ലോകങ്ങളല്ല, അല്ലാതെ സംസ്കൃതമല്ല.
അങ്ങനെ കുറേ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവ താന്ത്രിക രീതിയും വൈദിക രീതിയും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള വെച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അഷ്ടസ്ഥാന പരീക്ഷ മറ്റതിലുമുണ്ട്. മറ്റതിനകത്ത് ശരീരശാസ്ത്രമുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ ശരീരശാസ്ത്രത്തിന് നല്ല പ്രാധാന്യം. അതുകൊണ്ടാണ് ദൈവവ്യപാശ്രയത്തിനൊക്കെ ഇത്ര പ്രാധാന്യം വന്നിരിക്കുന്നത്. ശരീരത്തെക്കാൾ ശരീരവ്യവച്ഛേദ തന്ത്രത്തെക്കാൾ പ്രാധാന്യം അവർ കൊടുത്തിരിക്കുന്നത് ശരീര മനസ്സുകൾ ചേർന്നുള്ള ഭാഗത്തിനാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം കൊണ്ടാണ് പറഞ്ഞത് അവർ കൊടുത്ത പ്രാധാന്യം ഫിസിയോളജിക്കാണ്. അതുകൊണ്ട് വളരെയധികം അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. മരുന്നുകളും ആ ദിശയിലാണ് അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മരുന്ന് പറിക്കുമ്പോൾ ഇന്ന നക്ഷത്രത്തിൽ പറിക്കണമെന്നും തൊട്ടുരിയാടാതെ പറിക്കണമെന്നും ഒക്കെ വന്നത്. ശരീരശാസ്ത്രത്തിനാണ് തൊട്ടുരിയാടാതെ എന്താ പറിക്കുന്നത്? മരുന്നല്ലേ. മരുന്നെടുക്കുമ്പോൾ അരയ്ക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. എക്സാക്ട് മലയാളം വേർഡ് ഇപ്പം എൻ്റെ നാവൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കിടന്ന് കറങ്ങുന്നത്. എക്സാക്ട് മലയാളം വേർഡ് മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കുറേ കാലം ക്ലാസ് എടുക്കാതിരുന്നുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി വരുന്നില്ല. 2-3 ക്ലാസ് ആകുമ്പോൾ ഒഴുകി വരും. അങ്ങനത്തെ സംശയങ്ങൾ അന്നേരത്തിരും. കാരണം ക്ലാസ് എടുക്കാതെ ഒക്കെ ഇരുന്നേച്ചെടുക്കുകയല്ലേ. അപ്പോൾ വൊക്കാബുലറി ഒഴുകുന്ന ആ പരുവത്തിലേക്ക് വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ അറിയാം. ഒഴുക്ക് കുറവാണ്. ഒഴുക്ക് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൂടുതലുണ്ടാവും. ഒഴുക്ക് കൂടുതലാകുമ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലാവും. നിങ്ങൾക്ക് സന്തോഷമുണ്ട്. ക്ലാസ് ഉഗ്രമായിരുന്നു എന്ന് ഇറങ്ങിയപ്പോൾ പറയും, പക്ഷെ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ മുരളി? ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? മറ്റത് ഒരു പിടിക്കട്ടെന്ന് തീരും. ഞാൻ അതിന്റെ വിഷമത്തിലാണ് സത്യത്തിൽ. ഇത് ആരെങ്കിലും ചോദിച്ചാൽ പറയാമെന്ന്. അപ്പൊ താൻ തന്നെ ചോദിച്ചു, അതുകൊണ്ട് നന്നായി. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾക്ക് എനിക്ക് പഞ്ഞമുണ്ടാവില്ല. 4-5 മാസമായില്ലേ. 4-5 മാസമായിട്ട് ഈ ടച്ചൊക്കെ വിട്ടു. പരദൂഷണം, കുശുമ്പ് ഒക്കെ ആയിട്ട് 4-5 മാസം ഇരിക്കുകയായിരുന്നു. കാര്യമായ പണിയൊന്നും ചെയ്യാതെ. അതിന്റെ വൊക്കാബുലറി വരാതിരിക്കാനായിപ്പോ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോ അതൊക്കെയാണ് ഇപ്പൊ പരിപാടി. 6 മാസത്തോളമായി. 6 മാസത്തോളമായിട്ട് ആകെ നേരം വെളുത്താൽ നുണ എങ്ങനെ പറയണം, ഒരാൾ പറയുന്നത് എങ്ങനെ മറ്റൊരാളോട് പറയാതിരിക്കണം, അങ്ങനെ പരദൂഷണം, കുശുമ്പ്, അതൊക്കെ വ്യവസായമായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ഈ ക്ലാസ്സിനാരും വിളിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പോയത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ആര് വന്നു നാളെ തുടങ്ങിയേക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വാധ്യായവും പ്രവചനവുമാണ് സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളത്. അതില്ലാതെ സന്യാസമൊക്കെ കുടക്കി കൊടുത്തിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം, 6 മാസം. അപ്പോഴാണ് ഗുജറാത്തിൽ പോയവരായിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ ക്ലാസ് എന്ന് പറഞ്ഞു, അപ്പൊ തുടങ്ങി 2-3 എണ്ണാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. മറ്റേ അനാട്ടമിക്ക് ശരീര വ്യവച്ഛേദ ശാസ്ത്രം എന്നാണ് പറയുന്നത്. മറ്റതിന് അതുപോലെ തന്നെ ശരീരം ചേർത്തിട്ട് ഫിസിയോളജി എന്നുള്ളതിന്. ഫിസിയോളജി നിങ്ങൾക്ക് കണ്ട് മനസ്സിലായില്ലേ ആശയം? ഫിസിയോളജി എന്നുള്ള പദമായിരിക്കും കുറച്ചൊരു അനാട്ടമി ആയിരിക്കും ശരീര വ്യവച്ഛേദ ശാസ്ത്രത്തെക്കാൾ മനസ്സിലാകും. അപ്പൊ അതനുസരിച്ച് തന്ത്രം പോകുന്നത് ആ വഴിയിലാണ്. അതുകൊണ്ട് തന്ത്രം കൃത്യമായി ഇതിനെ നിർണയിച്ചിട്ടുണ്ട്. ശരീരത്തെ അതിന്റെ സൂക്ഷ്മതലത്തിൽ പഞ്ചഭൂതങ്ങളായും സൂര്യ, ചന്ദ്ര, അഗ്നി രൂപങ്ങളായി ഒക്കെ വർണ്ണിച്ചാണ് തന്ത്രം പോകുന്നത്. അതില് അഗ്നി, സൂര്യൻ, ചന്ദ്രൻ. അതില് ശങ്കരാചാര്യർ പോകുന്ന വഴിക്ക് ചന്ദ്രൻ, സൂര്യൻ, അഗ്നി. ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും രണ്ടുണ്ട്. അതിൽ ഗൗഡപാദനം മറ്റും പോകുന്ന അവരോഹണ ക്രമമാണ്, മോളിയും താഴേക്ക്.
ശങ്കരാചാര്യർ പോകുന്നത് മുകളിലേക്ക്. ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് സുഭഗോദയമെന്ന ഗൗഡപാദന്റെ കൃതിയും തന്ത്രകൃതിയാണ്. ശങ്കരാചാര്യരുടെ പരമഗുരുവാണ്. മറ്റേ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയും വായിച്ചു നോക്കിയാൽ ആ വ്യത്യാസം മനസ്സിലാവും. സൗന്ദര്യലഹരിയാണല്ലോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് അങ്ങനെ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടാണോ വന്നതെന്നറിയില്ല. അതെ, അതില് ആചാര്യൻ ശങ്കര പാരമ്പര്യം, പ്രത്യേകിച്ച് ശങ്കര മഠങ്ങൾ ശാരദയെ പൂജിക്കുന്നവരാണ്. മിക്കവാറും അവരുടെ പരമ്പരാരീതി അനുസരിച്ച് വൈദികവും താന്ത്രികവുമുണ്ട്. സമയാചാരമാണ്. ഇപ്പൊ സമയാചാരം അവര് പൂജാദ്രവ്യങ്ങളോടുകൂടി ചെയ്യുന്നു, എങ്കിലും പഞ്ചമകാരമല്ല. തെറ്റിദ്ധാരണ വേണ്ട. ശരിയായ സമയാചാരത്തിൽ വിഗ്രഹമോ പൂജാദ്രവ്യങ്ങളോ ഒന്നും ആവശ്യമില്ല പൂർണ്ണമായിട്ട്. അങ്ങനെ പോകുന്ന ആചാര്യന്മാരുടെ അടുത്ത ശിഷ്യ പരമ്പര കുറച്ച് സ്ഥൂലമാക്കി പൂജാദ്രവ്യങ്ങളുണ്ട്, വിഗ്രഹമുണ്ട്, ആ രീതിയിലാണ് പോകുന്നത്. ശങ്കരമഠങ്ങളിലെല്ലാം അതുണ്ട്. കൃത്യമായി വിധാനങ്ങളുമുണ്ട്. അത് ഷോഡശാക്ഷരി മന്ത്രം ഉപാസനയും ചെയ്യുന്നു. ഇത് ചാതുർവർണ്ണയത്തിന് വെളിയിൽ ചെയ്യാവുന്നതാണെന്നുള്ളതാണ് തന്ത്രത്തിന്റെ വലിപ്പം. വൈദിക രീതി അനുസരിച്ച് ഉപനയനം കഴിയാതെ വേദം പഠിക്കാൻ പറ്റില്ല. ഉപനയനം ഉപേക്ഷിച്ചു പോയവർക്ക് പിന്നീട് വേദം പഠിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഗോത്ര സംസ്കാരം മാറി മറിഞ്ഞതുകൊണ്ട് തന്ത്രത്തിന് ആ പ്രശ്നമില്ല. അതുകൊണ്ടായിരിക്കാം ബംഗാള്, കേരളമൊക്കെ തന്ത്രത്തിന്റെ നാടായി വികസിച്ചത്. കേരളം തന്ത്രത്തിന്റെ നാടായിട്ട് വളരെ വികസിച്ചതാണ്. കേരളത്തില് പരദേശ ബ്രാഹ്മണ്യം എത്തുന്നതുവരെ തമിഴ്നാട്ടിൽ നിന്നും തുളു ദേശത്തു നിന്നും ബ്രാഹ്മണ്യം കേരളത്തിലേക്ക് വരുന്നതുവരെ കേരളീയർ താന്ത്രികമായാണ് പൂജിച്ചും അറിഞ്ഞും പോന്നിട്ടുള്ളത്. കേരള ക്ഷേത്രങ്ങളൊക്കെ ഇതര ദേശങ്ങളിലെ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി തന്ത്ര ആരാധനയുടെ കേന്ദ്രങ്ങളായിരുന്നു. അവിടെ പൂജ ചെയ്തിരുന്നത് ബ്രാഹ്മണരല്ല. ബ്രാഹ്മണർ കേരളത്തിലേക്ക് വന്നതിന് ശേഷം അവർക്ക് രാജാക്കന്മാർ അത് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് ആരാധനാ കേന്ദ്രങ്ങളായിരുന്നില്ല, ഖജാനകളായിരുന്നു. വീടുകളിലാണെങ്കിലും താന്ത്രിക രീതിയിലുള്ള പൂജാ രീതികളാണ്. എല്ലാവർക്കും പരദേവത ഉണ്ടാവും. താന്ത്രിക രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിന്നിരുന്നായിരുന്നു ചണ്ഡീപാഠം. ബ്രാഹ്മണ്യത്തിന്റെ ആഗമനത്തോടെയാണ് ചണ്ഡീപാഠം നിലനിന്നത്. ബലമായിട്ട് നിർത്തിയാൽ നിൽക്കുമോ? ഇപ്പൊ ഗവൺമെന്റ് എന്തെല്ലാം ബലമായിട്ട് നിർത്തിയിട്ടുണ്ട്, വല്ലതും നിന്നിട്ടുണ്ട്. ഒരാൾക്കും ബലമായി ആരെയും നിർത്താനാവില്ല. കാരണം എന്ന് വെച്ചാൽ ലോകത്ത് ഇപ്പോഴും മന്ത്രവാദം, ഗൂഢപത്രം എല്ലാം നടക്കുന്നില്ലേ ഇഷ്ടംപോലെ. നിയമം കൊണ്ട് അതൊക്കെ തടഞ്ഞിട്ടില്ലേ? നിൽക്കാൻ പോകുന്നു. നിൽക്കുകയല്ല, ഒരു കാര്യവും നിൽക്കുകയില്ല. സ്ത്രീ പുരുഷനെ പീഡിപ്പിക്കും, പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കും. ഒരു കാലത്ത് സ്ത്രീ പീഡിപ്പിച്ചാൽ അതെല്ലാം കേസായിട്ട് വരും, വേറൊരു കാലത്ത് പുരുഷൻ പീഡിപ്പിച്ചാൽ അതെല്ലാം കേസായിട്ട്. ബലമുള്ളവരാണെങ്കിൽ സ്ത്രീ പീഡിപ്പിച്ചാലും വരികയില്ല, പുരുഷൻ പീഡിപ്പിച്ചാലും വരികയില്ല. അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ മാധ്യമങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത് പുറത്തുനിന്നുള്ള ചില താല്പര്യം കൊണ്ടാണ്. പുറത്ത് ചില താല്പര്യമുണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ വികാസം ഇന്ത്യൻ ജനസംഖ്യയെ ആസ്പദമാക്കി തടഞ്ഞില്ലെങ്കിൽ അപകടം. ഇത് ബ്രിട്ടൻ അറിയാം, അമേരിക്കയ്ക്കറിയാം, ഫ്രാൻസിനറിയാം, ജർമ്മനിക്കറിയാം. അതേപോലെ തന്നെ ഈജിപ്റ്റ് തുടങ്ങിയ ഗൾഫ് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന
അവിടുത്തെ മതങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും അറിയാം. ഇന്ത്യ ഏത് വിധേനയും തടയപ്പെടേണ്ട രാജ്യമാണ്. ഇത് ഇന്നല്ല, പ്രസിദ്ധമായൊരു പുസ്തകം ഇതിനുണ്ട്. എഡ്മണ്ട് ഡേവിസൺ സോപ്പർ എന്ന് പറയുന്ന പ്രീസ്റ്റിന്റെ ദ ഇന്നെവിറ്റബിൾ ചോയ്സ് എന്ന് പറയുന്ന പുസ്തകം എടുത്ത് നിങ്ങൾ വായിച്ചാൽ കുറച്ച് മനസ്സിലാവും. ഇത് 1893 എഴുതിയത് മറ്റാണ്. 1888 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ സംസാരിച്ചതെങ്കിൽ 93 സ്വാമിയുടെ പ്രഭാഷണം കഴിഞ്ഞ് 5-ാമത്തെ വർഷം. 1898 സ്വാമിജി പ്രസംഗിച്ചതെങ്കിൽ 2003 എഴുതിയ പുസ്തകം. ആ ഇയർ എനിക്കൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്, മുമ്പാണെങ്കിലില്ല. അതെ, 1903 898 1903 അത് നിങ്ങളൊന്ന് നോക്കി കണ്ടോണം. എഡ്മണ്ട് ഡേവിസൺ സോപ്പറിന്റെ പുസ്തകം, പ്രശസ്തമായ പുസ്തകമാണ് ദ ഇന്നെവിറ്റബിൾ ചോയ്സ്. അദ്ദേഹം അതിനകത്ത് വളരെ വിസ്തൃതമായി വർണ്ണിക്കുന്നുണ്ട്. 2, ഇന്ത്യൻ സ്വാതന്ത്ര്യ കാലഘട്ടത്തോടടുത്ത് മിസ്മേയോ എന്ന ബ്രിട്ടീഷ് മഹതി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മദർ ഇന്ത്യ എന്നാണ് പുസ്തകത്തിന്റെ പേര്. കേട്ടിട്ടുണ്ടോന്നറിയില്ല. മിസ്മേയോ. അതിനെതിരെ, ആ മദർ ഇന്ത്യ എന്ന പുസ്തകത്തിനെതിരെ നെഹ്റുവാണ് ആദ്യം ഒച്ചവെച്ചത്. ഒരളവ് വരെ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മദർ ഇന്ത്യക്കുള്ള മറുപടിയായി എഴുതിയതാണ്. ഒരളവ് വരെ. ഇന്ത്യയെ കണ്ടെത്തലും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയാണ് നെഹ്റുവിന്റെ. അതിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം, ഡിസ്കവറി ഓഫ് ഇന്ത്യ, അത് മിസ്മേയോയ്ക്കുള്ള മറുപടിയാണ്. മിസ്മേയോയ്ക്ക് ശക്തമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അദ്ദേഹത്തിന്റെ ചിത്രശാല എന്ന കവിത എഴുതുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല. മേയോയ്ക്ക് നേരിട്ട് മറുപടി പറയുന്നതാണ്. മേയോയെ ക്ഷണിക്കുകയാണ് തന്റെ ചിത്രശാലയിലേക്ക് ഉള്ളൂർ ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയാണ് BBC ഇപ്പോൾ ചെയ്തത്. അങ്ങനെ നിങ്ങൾ ആരും മനസ്സിലാക്കാനിടയില്ല, മാധ്യമങ്ങൾ മനസ്സിലാക്കാനിടയില്ല. ഇപ്പൊ BBC ഒരു ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പിൻവലിക്കരുതായിരുന്നു. അത് പിൻവലിക്കാൻ ഗവൺമെന്റ് ആവശ്യപ്പെടരുതായിരുന്നു. ആവശ്യപ്പെട്ടതാണ് അവരുടെ വിജയം. ഒരിക്കലും ആവശ്യപ്പെടരുത്. കാണിക്കട്ടെ നോക്കണമായിരുന്നു. കാണിച്ചാൽ അതിന് പബ്ലിസിറ്റി ഉണ്ടാവില്ല. മിസ്മേയോ ഇന്ത്യയിൽ സ്ത്രീകൾ വിലയില്ലാത്തവരാണെന്ന് കാണിക്കാൻ എഴുതാണ് ആ ഗ്രന്ഥം. കേൾക്കുന്ന മാത്രയിൽ എല്ലാവർക്കും ശരിയാണെന്ന് തോന്നും. ഇന്ത്യ അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ സ്ത്രീക്ക് മാത്രം പ്രാധാന്യം കൊടുത്താണ്. അതിനിടയിൽ ഒറ്റപ്പെട്ട കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനെ വെച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളും ദുഷിക്കാനും എല്ലാ സ്ത്രീകളും അവരുടെ ഭർത്താവിനെ, അച്ഛനെ, മകനെ നിന്ദിക്കാനും ഇടയാകുമെന്നുള്ളതാണ് ഇതിന്റെ ഗുണം. ഗുണമെന്ന പദമാണ് ഞാൻ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ പുരുഷൻ സർവതന്ത്ര സ്വതന്ത്രനായി നാളെ മാറും. ഏതാ? അതൊക്കെ ആയിരിക്കും. പക്ഷേ പുരുഷന്റെ യാതൊരു, കാരണം ശരീരശാസ്ത്രപരമായ ബന്ധം മാത്രമേ പുരുഷന് സ്ത്രീയോടുള്ളൂ. അത് മാന്യമായി കൊണ്ടുപോയാൽ മാത്രം മതി. സ്ത്രീക്ക് ജീവിക്കാൻ സ്ത്രീക്ക് വഴിയുണ്ട്, പുരുഷന് ജീവിക്കാൻ പുരുഷൻ വഴി നോക്കിയാൽ മതി എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ഇന്ത്യ മാറാൻ പോകും. പാശ്ചാത്യ സങ്കല്പം അതല്ല, ബുദ്ധിജീവികളും മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതാണ്. ലോകത്തൊരിടത്തും അങ്ങനെ ജീവിക്കാനാവില്ല. അങ്ങനെ പറയുന്നത് അങ്ങനെയാണ്. അത് ഈ ബുദ്ധിജീവികളെ മാത്രം വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. സാധാരണക്കാർ പാശ്ചാത്യരെല്ലാം അങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഒരിക്കലും പറയാനാവില്ല.
നമ്മൾ പാശ്ചാത്യ ലോകത്ത് പോകാതെ ഇവിടെ ഇരുന്നു കൊണ്ട് പാശ്ചാത്യ ലോകത്തെ പറ്റിയുള്ള കുറച്ച് അറിവുകൾ കേട്ടിട്ട് പറയുകയാണ്. നമ്മളെക്കുറിച്ച് പാശ്ചാത്യരും ഇങ്ങനെ കുറേ അറിവുകൾ പറയുകയാണ്. ഈ പാശ്ചാത്യർ പറയുന്ന ഇന്ത്യക്കാരും ഇന്ത്യക്കാർ പറയുന്ന പാശ്ചാത്യരും വിരലിൽ എണ്ണാനുള്ള കുറേ ദുഷ്ടന്മാരാണ്. അവരുടെ ചരിത്രമാണ് നമ്മൾ ഈ കൊണ്ടാടുന്നത്. ഇപ്പൊ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഉമ്മൻചാണ്ടി, മാണി, നിഷാം, ഇവരൊക്കെ ഇന്ത്യക്കാര്. അല്ലാതെ കൊച്ചനിനും വിജയനും ഒന്നും ഇന്ത്യക്കാരല്ല. നിങ്ങളൊന്നും ഇന്ത്യ ചരിത്രത്തിനകത്തില്ല. ചരിത്രം നിങ്ങളെവിടെയുള്ളത്? ഇന്ത്യയുടെ ചരിത്രം അതിന്റെ ആരംഭം മുതൽ എണ്ണിയാൽ ഇങ്ങനെ കുറെ പേരേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് ആളുകളുണ്ട്. ഈ പറഞ്ഞ പിണറായി വിജയൻ, മറ്റേ അച്യുതാനന്ദൻ, പിന്നെ മറ്റേ ആ സമരം നടത്തിയ ഗാന്ധിയനുണ്ടല്ലോ, അണ്ണാ ഹസാരെ, കെജ്രിവാള്, ഇങ്ങനെയുള്ള ആളുകൾ, മോഡി, ഇവരൊക്കെ ഇന്ത്യക്കാരാണ്. നിങ്ങളൊക്കെ എവിടെ ഇന്ത്യക്കാർ? നിങ്ങളൊന്നും ഇന്ത്യയിലില്ല. നിങ്ങളുടെ ചരിത്രമുള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരോ മറ്റുള്ളവരൊന്നും ഇന്ത്യ ചരിത്രത്തിനകത്തില്ല. അവരുടെ ജീവിതം ആര് പഠിക്കാൻ വരുന്നു? അവരെങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്ന് ആര് നോക്കാൻ വരുന്നു? അത് സുഗതകുമാരി ഉണ്ടാവും, ONV കുറുപ്പുണ്ടാവും, മറ്റേ എന്താ വന്ദന ശിവ ഉണ്ടാവും. അവരൊക്കെ മാത്രമേ ഉള്ളൂ. അവരാണ് ഇന്ത്യക്കാർ. ഇവർ കാണിക്കുന്ന വൃത്തികേടുകളും ഇവർ കാണിക്കുന്ന നന്മയെ പ്രശംസിച്ച് ആദ്യം എഴുതും. പിന്നെ ഇതിന്റെ ഇടയിൽ കണ്ണാടി ഈ ക്യാമറ കൊണ്ട് വെക്കുമ്പോൾ, ഒളിച്ച ക്യാമറ കൊണ്ട് വെക്കുമ്പോൾ ഇവരുടെ വൃത്തികേട് കുറെ തിരിയും. അപ്പോൾ ഉടനെ ഈ നന്മയ്ക്ക് മുഴുവൻ വിരുദ്ധമായിട്ട് വൃത്തികേട് വിളിച്ചു പോവും. അപ്പം അതെല്ലാം ഇന്ത്യക്കാരന്റെ പെടലിൽ. നന്മയൊക്കെ ഇവർ പഠിച്ച ആംഗലേയ വിദ്യയുടെയും മറ്റുള്ളതിന്റെയൊക്കെ ഗുണവും ദോഷം വരുത്തി വെക്കുന്നത് മുഴുവൻ ഇന്ത്യയുടെ ശാപവും. ഇതിനെല്ലാം നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചും കൊടുക്കും. നിങ്ങൾ കുത്തിയിരുന്നത് കാണും. ഇതാണ് ഇതിന്റെ വസ്തുത. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ല, പക്ഷെ സത്യമില്ല. അതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പൊ മിസ്മയോ ഈ വഴിയിൽ എഴുതിയിട്ടുണ്ട്. അവരൊന്നും ഇന്ത്യയെ അറിഞ്ഞിട്ട് എഴുതിയതല്ല. ഇത് പുറത്തേക്ക് പറഞ്ഞാൽ തല്ലു വാങ്ങിക്കും ശക്തമായിട്ട്. ഗവൺമെന്റും ആ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് നിരോധിച്ചത്. പിന്നെ പബ്ലിസിറ്റി കിട്ടാൻ നിരോധിച്ചതാണ്. കാശും നല്ലപോലെ വാങ്ങിച്ചു വേണം. മാത്രമല്ല കുറെ ഇതിന്റെ അനുകൂലികളായ ആളുകൾ കുറെ പൊക്കിപ്പിടിക്കുകയും ചെയ്യും. ഒരു തെറ്റ് പറ്റിയാൽ തെറ്റാണെന്ന് പറയുന്നതാണ് അതിന്റെ സുഖം. എത്ര കാലം മറച്ചു പിടിക്കും? അനുമതി കൊടുത്തിട്ടാണ് പോയി ഇന്റർവ്യൂ എടുത്തത്. ഒരു ഇന്ത്യക്കാരന് ഈ അനുമതി ചോദിച്ചാൽ കൊടുക്കുകയില്ല. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കൊടുക്കരുതെന്ന് പറയാം. കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമമാണോ അവിടെ ഇരിക്കുന്നത്? അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. കൊടുത്തപ്പോ ഇതൊക്കെ പബ്ലിഷ് ചെയ്യണം. അതിനൊന്നും തർക്കമില്ല. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പോകുന്ന വഴിയില്ല. ഇതൊന്നും താന്ത്രിക രീതിയിലോ വൈദിക രീതിയിലോ ഉള്ള അറിവിന്റെ ഭാഗമല്ല എന്ന് പറയാനായി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. ഇതിന്റെ തലം അവനവനിലേക്ക് തിരിഞ്ഞിട്ടുള്ള തലമാണ്. അത് ചുറ്റുപാടുകളെയും തന്നെയും ചേർത്താണ് താന്ത്രികർ പോകുന്നത്. വൈദികർ തന്നെ മാത്രം വെച്ചിട്ടാണ്, മനസ്സ് മുതൽ അങ്ങോട്ടുള്ളത് വെച്ചിട്ടാണ്. മനസ്സിന് താഴേക്കുള്ള ശരീരവും താൻ വസിക്കുന്ന ഭൂമിയും അതിന്റെ ചുറ്റുപാടുമുള്ളതും എല്ലാം ചേർത്ത് വെച്ചാണ് താന്ത്രികർ. അതുകൊണ്ടാണ് അവർക്ക് ഈ അനാട്ടമിയൊക്കെ വളരെ പ്രാധാന്യമുള്ളതായി തീർന്നത്. ആ രീതിയിലുള്ള അന്വേഷണത്തിന്റെ ഒരു കൃതിയാണ് സൗന്ദര്യലഹരി. ഇതിന് സത്യത്തിൽ പേര് ആനന്ദലഹരി എന്നാണ്. ആനന്ദമാണ് ഇതിന്റെ ലഹരി. രണ്ടും ശങ്കരന് പഥ്യവും രണ്ടും ശങ്കരന് ജ്ഞാതവുമായിരുന്നു. അതാണ് ശങ്കര പ്രതിഭയുടെ വളർച്ച, ശങ്കര സമ്പ്രദായത്തിന്റെ വളർച്ച. ഇന്ന് സന്യാസിമാർ ഇതിൽ പലതിനെയും നിഷേധിച്ചാണ് മുന്നോട്ട്. ശങ്കരന്റെ ഗുരു ഗോവിന്ദപാദരുടെ സുപ്രസിദ്ധമായ കൃതി
രസശാസ്ത്രത്തെ കുറിക്കുന്നത്. ഗോവിന്ദപാദ തന്ത്രമെന്നാണ് പുസ്തകത്തിന്റെ പേര്. വൈദ്യശാസ്ത്രത്തിൽ മർക്കുറിയും ഗന്ധകവും ലോഹവും വങ്കവും ഒക്കെ അടങ്ങുന്ന ലോകങ്ങളെ വർണ്ണിക്കുന്ന കൃതിയാണ്. അതിൻ്റെ ഉപയോഗങ്ങളെ മുഴുവൻ വർണ്ണിക്കുന്ന കൃതിയാണ്. ദക്ഷിണാത്യ ദ്രാവിഡ തന്ത്രത്തിൽപ്പെട്ട അതിപ്രശസ്തമായ ഗോവിന്ദപാദ തന്ത്രം. അത് സിദ്ധ മുറയിൽ ദ്രാവിഡ സിദ്ധന്മാർ, ആര്യസിദ്ധന്മാർ, ദേവസിദ്ധന്മാർ ഇങ്ങനെയൊക്കെ തിരിഞ്ഞുണ്ട്. ഇതിൻ്റെയൊക്കെ പൈതൃകം ശിവനിലാണെത്തുന്നത്. ശിവൻ, പാർവതി, നന്ദികേശ്വരൻ, ഇങ്ങനെ പരമ്പര പോലും. ആ പരമ്പരയിൽ ഒരാളാണ് ഗൗഡപാദൻ. അഗസ്ത്യൻ മുതലായവരെല്ലാം ഉൾക്കൊള്ളുന്ന പരമ്പരയിൽ ആ ഗൗഡപാദനല്ല, ഗോവിന്ദപാദൻ. ഗോവിന്ദപാദന്റെ ശിഷ്യനാണ് ശങ്കരൻ. ശങ്കരന് വൈദ്യശാസ്ത്രം അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. കാരണം ആ വഴിയിലല്ല കൃതികൾ കൂടുതൽ രചിച്ചത്. ഗോവിന്ദപാദൻ ആ വഴിയിൽ എഴുതിയിട്ടുണ്ട്. തന്ത്രത്തിൽ ശങ്കരന്റെ കൃതി സൗന്ദര്യലഹരി കൂടാതെ സ്തോത്രങ്ങൾ വരെ പലതുമുണ്ട്. സൗന്ദര്യലഹരി സ്തോത്രം കൂടാതെ പല സ്തോത്രങ്ങളും ശങ്കരൻ രചിച്ചിട്ടുള്ളത് താന്ത്രിക രീതിയെ തന്നെയാണ്, ആഗമങ്ങൾ അനുസരിച്ചാണ്. ശങ്കരന്റെ വൈദിക രീതിയിലുള്ള കൃതികളാണ് ഉപനിഷത്തുകൾക്കുള്ള ഭാഷ്യം, ദശോപനിഷത്ത് ഭാഷ്യം. ദശോപനിഷത്തുകൾക്ക് മാത്രമല്ല, നൃസിംഹതാപനി, ശ്വേതാശ്വതരം തുടങ്ങിയ ഉപനിഷത്തുകൾക്ക് ശങ്കരൻ ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അഭിപ്രായത്തിൽ വേറെ രണ്ടെണ്ണത്തിനും കൂടുണ്ട്. സാഹിത്യ, മലയാള സാഹിത്യം, സാഹിത്യചരിത്രം, മലയാള സാഹിത്യ ഉള്ളൂരിന്റെ അതിനകത്തുണ്ട്. അടുത്ത് റെഫർ ചെയ്താൽ മതി. അതിനകത്ത് ഉള്ളൂർ പറയുന്നുണ്ട് ശങ്കരൻ്റെതായി ഈ കൃതികൾ കൂടെ ഉണ്ടെന്ന്. ആ തെളിവ് വെച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാന്ന് എതിരഭിപ്രായമുള്ളവരുണ്ടായേക്കാം. ശങ്കരൻ ഉപനിഷത്തുകൾക്ക് ഭാഷ്യം രചിച്ചത് വൈദിക രീതിയാണ്. വൈദിക രീതിയിൽ നിന്ന് അല്പം വിട്ട് സ്മൃതികളോട് ചേർന്ന് സ്മാർത്ഥ പ്രമാണത്തിൽ രചിച്ചിട്ടുള്ളതാണ് ഗീതയുടെ ഭാഷ. അതുകൊണ്ട് ശങ്കരൻ ഗീതയെ സ്മൃതിയായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. വ്യാസൻ കണക്കാക്കിയ പോലെ ഉപനിഷത്തായി കണക്കാക്കുന്നില്ല. കാരണം ഗീതയിൽ ആനുഷംഗികമായെങ്കിലും യുദ്ധത്തിന് അനുവാദമുണ്ട്. അനുവാദമുണ്ട് എന്നൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ ഗീത ഉപനിഷത്തല്ല. കാരണം വേദം ഹിംസിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. ഗീതയിൽ കൃഷ്ണൻ ഹിംസയ്ക്ക് അനുവാദം കൊടുക്കുന്നു എന്ന് വന്നാൽ അത് സ്മൃതിയായി മാത്രമേ കാണാൻ പറ്റൂ. ഈ കാര്യത്തിൽ സംശയമില്ലാതെയാണ് ശങ്കരൻ പോകുന്നത്. എടുത്തു പറയുന്നുണ്ട്. സ്മൃതിയാണെന്ന് പറയുമ്പോൾ ശങ്കരൻ ശ്രുതിക്ക് വിരോധമായി സ്മൃതിയിൽ എന്ത് കണ്ടാലും ഉപേക്ഷിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഗീതയെ പരമപ്രമാണമായി ശങ്കരൻ കാണുന്നില്ല. ബ്രഹ്മസൂത്രത്തിന് ശങ്കരൻ ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അവിടെയും ശങ്കരൻ പ്രഥമസൂത്രത്തിന് അധാതോ ബ്രഹ്മജിജ്ഞാസ എന്നതിന് അധശബ്ദത്തിന് അർത്ഥം പറയുമ്പോൾ അതിന്റെ അനന്തരം എന്നുള്ള അർത്ഥത്തിന് വ്യാഖ്യാനിക്കുന്ന ശങ്കരൻ ധർമ്മജിജ്ഞാസാനന്തരം ബ്രഹ്മജിജ്ഞാസ എന്ന് വ്യാഖ്യാനിച്ചിട്ടില്ല. ശങ്കരന് ശേഷം വന്ന വല്ലഭനും രാമാനുജനുമൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ധർമ്മജിജ്ഞാസാനന്തരം വേദങ്ങൾ പഠിച്ചിട്ട് ശങ്കരൻ അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത്. ശങ്കരൻ വ്യാഖ്യാനിക്കുന്ന വിവേക വൈരാഗ്യ ആദികൾ ഉണ്ടായിട്ട്, സാധനാ ചതുഷ്ടയ സമ്പന്നനായിട്ട് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് മാത്രമല്ല എന്ന് തെളിഞ്ഞു എന്ന് വ്യാഖ്യാനിച്ച ശങ്കരൻ അപശൂദ്രാധികരണത്തിൽ സൂത്രകാരനായ വ്യാസൻ പറഞ്ഞതിന് ഭാഷ്യം രചിക്കുകയാണ് ഇത്. ശങ്കരന്റെ അഭിപ്രായമല്ല. ഒന്നിനെ വ്യാഖ്യാനിക്കുന്നവനെ എതിർക്കുന്നത് അത് എഴുതിയവനെ എതിർക്കാൻ ത്രാണിയില്ലാത്തതുകൊണ്ടാണ്.
വ്യാസൻ മുക്കുവ സ്ത്രീയിൽ ജനിച്ചവനും ശങ്കരൻ ബ്രാഹ്മണനായിപ്പോയവനുമായതുകൊണ്ടാണ് എതിർക്കുന്നത്. അതുകൊണ്ട് എതിർക്കുന്നവർ ജന്മത്തെയാണ് എതിർക്കുന്നത്, കൃതിയെയല്ല. അതുകൊണ്ട് ഏതെല്ലാം വിഡ്ഢികൾ എതിർത്തിട്ടുണ്ടോ ആ പദം അവർ കൃതിയല്ല വായിച്ചത്. കൃതി ശങ്കരൻ്റെതല്ല, ബ്രഹ്മസൂത്രം വ്യാസന്റെയാണ്. അപശൂദ്രാധികരണം വ്യാസൻ എഴുതിയതാണ്, ശങ്കരൻ എഴുതിയതല്ല. ശങ്കരൻ അതിനെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത്. ആ വ്യാഖ്യാനം വായിച്ചിട്ട് എതിർക്കേണ്ടത് വ്യാസനെയാണ്. വ്യാസനെ എതിർത്താൽ വ്യാസൻ മുക്കോത്തിലെ മകനാണ്. അയാൾ എന്തിനാ ഇങ്ങനെ എഴുതി വെച്ചത്? അത് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ് വ്യാഖ്യാതാവിനെ എതിർക്കുന്നത്. മനസ്സിലായോന്നറിയില്ല. ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ശങ്കരന്റെ ദൈവാധീനം. വ്യാസന്റെ അല്ല പറഞ്ഞത്, ശങ്കരന്റെ ദൈവാധീനം. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാരൊന്നും ഇദ്ദേഹത്തിന്റെ പടം വ്യാസനാണ് എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ല, ശങ്കരൻ അതിന് കൃത്യമായി സ്മൃതി വെച്ചുകൊണ്ട് വ്യാഖ്യാനം നൽകുക മാത്രമായത്. അതിന് ശങ്കരനെയല്ല പിടിക്കണ്ടേ, വ്യാസനെയാണ് പിടിക്കണ്ടേ. വ്യാസനെ പിടിച്ചാൽ ശങ്കരന്റെ വ്യാഖ്യാനത്തെ വെച്ചുകൊണ്ട് അതിനെ എതിർക്കാനോ അനുകൂലിക്കാനോ പോയാൽ ശങ്കരൻ ആ വഴി നിങ്ങൾക്ക് തന്നത്. വ്യാഖ്യാനം ശങ്കരനാകുമ്പോൾ ശങ്കരൻ നിങ്ങൾക്ക് സഹായിയാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ ശങ്കരനെ സഹായിയായി കണ്ടാൽ ഈ വഴിനീളെ ഫ്ലക്സ് ബോർഡുകൾ നാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമിക്കും മദർ തെരേസയ്ക്കും കറുപ്പനും ഒക്കെ വന്ന പോലെ ഡിവൈഎഫ്ഐക്കാരൊക്കെ വഴിനീളെ ഫ്ലക്സ് ബോർഡ് വെക്കും. ഫ്ലക്സ് ബോർഡ് വെച്ചാൽ തമിഴന് കക്കൂസി പോകാൻ മുട്ടുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ മുഖത്തെ തൂക്കും. ശങ്കരന്റെ മുഖത്ത് തൂക്കാതിരിക്കുന്നത് ശങ്കരനെ എതിർക്കുന്നുണ്ട്. അതിന്റെ ഏക പ്രയോജനം അതാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സഹിക്കുമോന്നറിയില്ല. അതാണ് ശങ്കരപ്രതിഭയുടെ വ്യത്യാസം. അതാണ് ശങ്കരാചാര്യര് രണ്ട് സിസ്റ്റംസും ഒരുപോലെ പ്രൊമോട്ട് ചെയ്തല്ലോ. വൈദിക ധർമ്മവും രണ്ടും പുള്ളി പ്രൊമോട്ട് ചെയ്തില്ല. പുള്ളി രണ്ടും പഠിച്ചു. പുള്ളി അടുക്ക വന്ന ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഒന്ന് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണോ? അല്ല, അത് രണ്ടും രണ്ടു വഴിയാണ്. ഒരു വൈദികമായ വഴിയിൽ നിങ്ങൾക്ക് ഉപനയനം കഴിഞ്ഞ് സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. അല്പം പോലും അയവില്ല. മനുഷ്യ മനസ്സ് അയവുള്ള മനസ്സുണ്ട്. നിങ്ങളിൽ എത്ര പേർ വെളുപ്പിനെ എഴുന്നേക്കും? ഏത് ഗുരുവിന്റെ അടുക്ക് പോയി ഏത് ഉപദേശം കിട്ടിയാലും കൃത്യം 3 മണിക്ക് എഴുന്നേറ്റണമെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തേക്ക് ഉണരും? നിങ്ങളിൽ എത്ര പേര് ഉണരും? മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ മനസ്സ് ചിലത് അയഞ്ഞതാണ്. 4 ദിവസം ഉണരും. 5-ാം ദിവസം കിടന്നിട്ട് അലാറം ഓഫ് ചെയ്യും. ഒന്നുകൂടെ തിരിഞ്ഞിട 5 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റോളാം മതി. വീട്ടിൽ ഭാര്യയോടോ അമ്മയോടോ സഹോദരങ്ങളോടോ എന്നെ വിളിച്ചേക്കണം, ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ വന്ന് വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കാപ്പിയും തിളപ്പിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പറയാതെ അവിടെ വെച്ചേര് ഒരു 5 മിനിറ്റ് കൂടെ വല്ലാത്ത തലവേദന, ഒരു കള്ളവും കൂടെ പറയും. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം പഴയ പോലെ ഏക്കാൻ താല്പര്യമില്ല. ഞാൻ ആദ്യം കുറച്ച് ദിവസത്തേക്ക് കൃത്യമായി ഏറ്റു അമ്മേ, എൻ്റെ മൈൻഡ് പഴയതിലേക്ക് പോവാണ് എന്ന് സത്യം പറയാൻ പോലും പറ്റിയല്ല. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ തലവേദന പിടിച്ചാൽ കിട്ടുന്നില്ല. വീണ്ടും കള്ളം പറയും. ഒടുവിൽ പതിവായിട്ടൊരു 6 മണിക്ക് എഴുതേക്കുമെങ്കിൽ ഈ ഉണർന്ന് കിടക്കുന്നത് കൊണ്ട് ക്ഷീണം കൂടുതൽ തോന്നുകയാൽ പതിവുള്ള 6 മണി എന്നുള്ളത് 8 മണിയാവും. പിന്നെ 8 മണിക്ക് കേൾക്കൂ. അപ്പം മനസ്സ് ഒരു നിയന്ത്രണത്തിൽ, അവനവന്റെ നിയന്ത്രണത്തിൽ കൃത്യമായി നിർത്താൻ പറ്റാത്ത ഒരു ജനസമൂഹമുണ്ട്. അവർക്ക് അയവുള്ള ദർശനം അനിവാര്യം. എന്ന് ഞാൻ പറഞ്ഞില്ല. ചിലർക്ക് മാറാം, കൂട്ടുകെട്ടുകളുണ്ട്, ചില പ്രത്യേകതകളുണ്ടൊക്കെ മാറാം. അതിന് ശ്രമിക്കില്ല. ശ്രമിക്കാതെ വരുമ്പോൾ ഉള്ള വഴി എന്താണ്? ഈ വഴിയെ പോവാം, അവർക്ക് ഉപനയനമൊന്നും വേണ്ട. തന്ത്രത്തിന്റെ ഏറ്റവും വലിയ മെച്ചമായി കാണുന്നത് അത് വളർന്നു വന്ന ദേശങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം. പക്ഷെ അത് വളർന്നു വന്ന് അത് കുറച്ച് പഠിക്കുമ്പോൾ മറ്റത് വേണമെന്ന് നിർബന്ധം തോന്നും.
പുരോഗതി is directly proportional to effort. അതെ. ഏത് അല്ല, എഫർട്ട് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടുള്ള എഫർട്ടുണ്ട്, അസ്വതന്ത്രനായി നിന്നുകൊണ്ടുള്ള എഫർട്ടുണ്ട്. സ്വയം നിർമ്മിച്ച ഒരു അസ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള എഫർട്ടാണ് വൈദിക രീതിയിലുള്ളത്. യാതൊരു എഫർട്ടും ഇല്ലാത്ത ഒരു രീതിയാണ് താന്ത്രിക രീതി. പക്ഷേ ബംഗാൾ അന്നത്തെ എന്താണ് വളരെ താഴത്തേക്ക് പോയത്. അതൊക്കെ ആ പഠിത്തമൊക്കെ ഒരു കാലഘട്ടത്തിൽ നിലനിന്നു എന്നല്ലാതെ ഒക്കെ പിന്നീട് അതൊക്കെ മാറി മറിഞ്ഞു. കാരണം മനുഷ്യന്റെ ചിന്ത ഉദരപൂരണത്തിനായി മാറുമ്പോൾ ഇതെല്ലാം പോകും. അതൊക്കെ അത്രയേ ഉള്ളൂ അതിന്റെ കാരണം. അതിന്റെ കാരണം അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം മനുഷ്യന് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മതി. ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും? അതൊക്കെ കാരണം അവനോട് കഞ്ഞിക്ക് വല്ലതും പ്രയോജനപ്പെടുമോ ഇത് പഠിച്ചാൽ? അങ്ങനെയുള്ള ആളുകൾ ഇത് പഠിക്കണം. ആ അഭിപ്രായക്കാരനെ ഇന്ത്യക്കാർ മുഴുവൻ ഇതെല്ലാം പഠിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇന്ത്യക്കാർ മുഴുവൻ പഠിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായാൽ എനിക്ക് സത്യത്തിൽ ഇതാരും പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടാവില്ല. എൻ്റെ ഉദരപൂരണത്തിന്റെ താല്പര്യം ഉണ്ടാവും. ഞാൻ പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധം. ആരെങ്കിലും താല്പര്യപൂർവ്വം വന്നാൽ എനിക്ക് പഠിക്കാനൊരു അവസരമാണെന്നുള്ളത് കൊണ്ട് അവരെ പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവർ പഠിക്കുമെന്ന് വിചാരിച്ചൊന്നും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളിപ്പോൾ പഠിച്ചില്ല, അത് എൻ്റെ ലുക്ക് ഔട്ടല്ല. നിങ്ങളോട് വന്നിരിക്കുന്നിടത്തോളം ഞാൻ പഠിപ്പിക്കും. പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ആരെങ്കിലും വന്നിട്ട് സ്വാമി പഠിപ്പിച്ചവരല്ലേ അവരിങ്ങനെയാണ്, അങ്ങനെയാണ്, അതിനെന്താ? ഇത് പഠിപ്പിച്ചാൽ ഉടനെ അവർ നന്നാവുമെന്ന് ഞാൻ വല്ലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ രക്ഷപ്പെടും. പറഞ്ഞു മനസ്സിലായി. അല്ലാതെ ഇപ്പം നിങ്ങളിവിടെ വന്നതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാനൊരു അവസരം, സമയമൊന്നും നോക്കാതെ എത്ര നേരവും പഠിപ്പിക്കാനുള്ളൊരു അവസരം. കാരണം എൻ്റെ ഇഷ്ടം ഇതാണ്. ഇതിന് ആരും വന്നില്ലെങ്കിൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. എൻ്റെ മെയിൻ ഇഷ്ടം ഇത് തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും തമാശ പറഞ്ഞാൽ പോലും ഞാൻ മുള്ള നിന്നുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്തത്. അത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ട് അത് തീരെ എനിക്ക് ഓടിപ്പോരാൻ പറ്റില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഇച്ചിരി താമസിക്കും. കൺസൾട്ടിങ് കൊണ്ട് താമസിച്ചതല്ല. കൺസൾട്ടിങ്ങിന് ടീച്ചറിനെ വിളിച്ചു പറഞ്ഞത് ടീച്ചറിന് ദേഷ്യം വരാതിരിക്കാനാണ്. കൺസൾട്ടിങ് അല്ല ഞാൻ താമസിക്കാൻ കാരണം. അവിടെ തഹസീൽദാരും വില്ലേജ് ഓഫീസറും ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ തലയിലായതുകൊണ്ട് ശകലം സമയം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട്, അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടൊരു അല്പസമയം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് താമസിച്ചാണ്. അടുത്തോണെ അങ്ങനെ താമസിക്കില്ല. ഇങ്ങനെ വല്ല ക്രിട്ടിക്കൽ കേസും വന്നാലേ അല്പം താമസിക്കും. അല്ലെ 4 മണിക്ക് തന്നെ ഉള്ളൂ. കാരണം അതിനുള്ള ആവശ്യമില്ല. 3:30 ആയപ്പോൾ ഞാൻ ഫ്രീ ആയതാണ്. 3:30ക്കാണ് ഫ്രീ ആയത്. 3:30ക്ക് ഫ്രീ ആയാൽ 4 മണിക്ക് ഇവിടെ എത്തും. അത്രയ്ക്കുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് കൃത്യമായി പഠിച്ചെടുക്കുക. ഇത് കുറച്ച് അയഞ്ഞ് പഠിക്കാൻ പറ്റും. അതിലെ 2 രീതികളും മനുഷ്യ മനസ്സിന്റെ രീതികൾക്കനുസരിച്ച്. ശങ്കരൻ 2ലും അദ്വിതീയമായ അനുഭവം നേടിയ ആളാണ്. അതാണ് ശങ്കരന്റെ വശം. അതുകൊണ്ട് ശങ്കരന്റെ സ്വാനുഭവഗീതിയാണ് സൗന്ദര്യലഹരി. അതിന് സ്വാനുഭവത്തിൽ വ്യാഖ്യാനം രചിച്ചിട്ടുള്ള ആളാണ് ലക്ഷ്മീധരൻ. നമ്മൾ ഫോളോ ചെയ്യുന്നത് മിക്കവാറും ലക്ഷ്മീധരന്റെ വ്യാഖ്യാനത്തെയാണ്. ഇത് മലയാളത്തിൽ തർജ്ജമയുണ്ടെന്ന് അടുത്ത കാലത്താണ് അറിഞ്ഞത്. രാമകൃഷ്ണ മിഷനാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പുസ്തകം മേടിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ലക്ഷ്മീധരന്റെ മൂലകൃതിയെ ആസ്പദമാക്കിയായിരിക്കും ഞാൻ സംസാരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിന് ആ പുസ്തകം തന്നെയാണ് ഞാനും പുതുതായിട്ട് മേടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. മേടിച്ചൊരെണ്ണം കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. മലയാളത്തിൽ സാമാന്യം ഭേദപ്പെട്ട തർജ്ജമയാണ് അമ്മയുടെ. നല്ല വർക്കാണ്. ലക്ഷ്മീധരൻ നല്ല രീതിയിലാണ് അതിന് വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത്. ലക്ഷ്മീധരനും ഭാസ്കരരായനുമൊക്കെ താന്ത്രിക വിദ്യയിൽ അദ്വിതീയന്മാരാണ്. ഭാസ്കരരായന്റെ വ്യാഖ്യാനം കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലളിതാ സഹസ്രനാമത്തിനും ഭാസ്കരരായന്റെ വ്യാഖ്യാനം സുപ്രസിദ്ധമാണ്. അതുകൊണ്ടെന്ന് തോന്നുന്നില്ല. കിട്ടാനുണ്ടോന്ന് അറിയാം. കിട്ടാനുണ്ടോ? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെതില്ല, മൂലമില്ലെന്ന്. ഒട്ടനെ എഴുതിക്കൊള്ളു. ഹിന്ദി ഉണ്ടെങ്കിൽ അത് എഴുതിയത്. ഹിന്ദി ഉണ്ടെങ്കിൽ നോക്കിയാൽ, ഹിന്ദി ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ നോക്കിയാൽ 3 മേടിച്ചു. യാ
ഭാസ്കരരായനൊക്കെ എന്ന് പറഞ്ഞാൽ അനുഭൂതിയുടെ അങ്ങേ തലത്തിൽ നിന്നിട്ടുള്ള ആചാര്യനാണ്. കോടി യോഗിനി സേവിത എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കോടി യോഗിനികളെയും കാണിച്ചു കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഭാസ്കരരായൻ. അദ്ദേഹത്തെ തൊട്ടുകൊണ്ട് നോക്കിക്കോളാൻ പറഞ്ഞു. ശിഷ്യന്മാർ നോക്കിയപ്പോൾ കോടി യോഗിനികളെയും കണ്ടുവെന്നാണ് പറയുന്നത്. അത്രയും കഴിവുള്ള ആളായിരുന്നു ഭാസ്കരരായൻ. ലക്ഷ്മീധരനും അതെ. ലക്ഷ്മീധരന്റെ ഏറ്റവും വലിയ മെച്ചം, ഈ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ശ്രീവിദ്യയുടെ ഉപദേശം ലക്ഷ്മീധരൻ നിങ്ങൾക്ക് സ്വതന്ത്രമായി തരുന്നുവെന്നാണ്. ഗുരുക്കന്മാരില്ലാത്തവർക്ക് വേറെ എങ്ങും പോകണ്ട, ഒരു കളിപ്പിലും ചെന്ന് ചാടണ്ട, ലക്ഷ്മീധരനായ ഞാൻ നിങ്ങൾക്കിതാ മന്ത്രം ഉപദേശിക്കുന്നു എന്ന് പറയുന്ന ആചാര്യനാണ്. ഇത്രയും തുറന്ന ഒരു ആചാര്യൻ വളരെ അപൂർവമാണ്. വേറെ ഇല്ലെന്നല്ല പറഞ്ഞ്, വളരെ അപൂർവമാണ്. ലക്ഷ്മീധരന്റെ വിദ്യയുടെ ഏറ്റവും വലിയ മെച്ചവും അതാണ്. ലക്ഷ്മീധരൻ വളരെ നന്നായിട്ടാണ് സൗന്ദര്യലഹരിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. സൗന്ദര്യലഹരിയുടെ ശരിയായ പേര് ആനന്ദലഹരിയാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയായ അർത്ഥത്തിൽ പഠിച്ചാൽ ഇതിലെ 32-ാം ശ്ലോകത്തിൽ മന്ത്ര ഉപദേശം കഴിയുമ്പോൾ ആനന്ദം എന്താണെന്ന് ബോധ്യപ്പെടേണ്ടതാണ്. ആദ്യ ശ്ലോകം കൊണ്ട് തന്നെ, ആദ്യ ശ്ലോകം കഴിഞ്ഞ് 2-ാമത്തെ ശ്ലോകം വരുമ്പോൾ തന്നെ ദേവിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്. അതെല്ലാം നമുക്ക് കൃതിയിലേക്ക് കടന്ന് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വീട്ടിൽ പോകേണ്ടതുണ്ട്. എനിക്കിവിടെ തന്നെ ആയിരിക്കേണ്ടത്. എത്ര നേരം വേണമെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. സമയം 7:50. അതുകൊണ്ട് പറഞ്ഞാണ് 1 മണിക്കൂറെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നത്. 2 മണിക്കൂർ എടുത്തുവെന്ന് എനിക്ക് തോന്നുന്നു. 1 മണിക്കൂർ 50 മിനിറ്റ്, 1.5 മണിക്കൂർ. അപ്പോൾ ആ നിലയ്ക്ക് നമുക്കിന്ന് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിലാവാം. അടുത്ത ക്ലാസ് അടുത്ത ഫസ്റ്റ് സൺഡേ, സാറ്റർഡേ കഴിഞ്ഞിട്ടുള്ള സൺഡേ. ഫസ്റ്റ് സാറ്റർഡേ കഴിഞ്ഞ് വരുന്ന സൺഡേ, ഫസ്റ്റ് സാറ്റർഡേ കഴിഞ്ഞ് വരുന്ന സൺഡേ 4 മണി. 1.5 മണിക്കൂർ തന്നെ. 1 മണിക്കൂറാണ് പറഞ്ഞിരുന്നത്, 1.5 മണിക്കൂർ തന്നെ. ഏപ്രിൽ 5 നമ്മൾ പോകുന്ന ദിവസമല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഏപ്രിൽ 5 ഒരു പുസ്തകം വാങ്ങിച്ചോളുക. ഒരു നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരുന്നാൽ നല്ലതാണ്. സംശയം വരുന്നത് നോട്ട് ചെയ്താൽ പിന്നീട് ചോദിക്കുമ്പോൾ പറയാൻ എളുപ്പമാണ്. പിന്നീട് വായിക്കുമ്പോൾ ചിലപ്പോൾ സംശയം വരും. അപ്പോൾ ഈ നോട്ട് ചെയ്ത കാര്യത്തെ ബേസ് ചെയ്താണെങ്കിൽ അടുത്ത തവണ വരുമ്പോൾ ചോദിച്ചാൽ നമുക്ക് അതും കൂടെ കണ്ടുപോകാൻ എളുപ്പമാണ്. അങ്ങനെ പല പ്രയോജനമുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെച്ചമായി പറയാവുന്നത്. പിന്നെ താന്ത്രിക രീതിക്ക് ഏറ്റവും വലിയതുണ്ട്. ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2 ശാഖകളുണ്ട്. അതും നിങ്ങൾ ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, പിതൃ പ്രാധാന്യമുള്ള പാരമ്പര്യം, മാതൃ പ്രാധാന്യമുള്ള പാരമ്പര്യം. മറ്റേണൽ ഹയറാർക്കി, പറ്റേണൽ ഹയറാർക്കി എന്ന് പറയുന്ന 2 എണ്ണമുണ്ട്. സൊസൈറ്റി ആയിട്ട് പറഞ്ഞാൽ പാട്രിയാക്കൽ സൊസൈറ്റി ആൻഡ് മാട്രിയാക്കൽ സൊസൈറ്റി. ഇന്ത്യയിലെ ചാതുർവർണ്ണയത്തിലെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ ഇവരടങ്ങുന്ന ത്രൈവർണികർ പാട്രിയാക്കൽ സൊസൈറ്റിയാണ്. അതിൻ്റെ വഴിയാണ് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം. പാട്രിയാക്കൽ സൊസൈറ്റിയാണ്. പാട്രിയാക്കൽ സൊസൈറ്റിയിൽ സാമുദായികമായി, സാമാജികമായി സ്ത്രീക്ക് പ്രാധാന്യം കുറയും. ഇന്ത്യയിലെ ഇതര സമുദായങ്ങളെല്ലാം മാട്രിയാക്കൽ സൊസൈറ്റി. മാതാവിനാണ് പ്രാധാന്യം. സ്വത്തും കുടുംബവുമെല്ലാം സ്ത്രീയെ ബേസ് ചെയ്താണ്.
സ്ത്രീക്കാണ് പ്രാധാന്യം. രാജാധികാരം പോലും സ്ത്രീയെ ബേസ് ചെയ്താണ്. കേരളത്തിലെ രാജാധികാരമെല്ലാം ത്രൈവർണികരല്ലാത്തതുകൊണ്ട് സാമൂതിരിയുടെ സ്ഥലമൊഴിച്ച് ബാക്കിയെല്ലാം ക്ഷത്രിയരല്ല. തിരുവിതാംകൂർ രാജവംശമൊന്നും ക്ഷത്രിയരല്ല. അതുകൊണ്ട് ഇത് മാട്രിയാക്കലാണ്. സഹോദരിയുടെ പുത്രനാണ് അവകാശം. നിങ്ങൾക്കറിയാവോ എന്നറിയില്ല. അതിന്റെ പ്രസിദ്ധമായ യുദ്ധമാണ് മാർത്താണ്ഡവർമ്മയുടേതും മറ്റും. പപ്പു തമ്പിയും രാമൻ തമ്പിയുമായി നടന്ന യുദ്ധങ്ങളുമെല്ലാം ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെ ഉണ്ടായ പാട്രിയാക്കൽ സൊസൈറ്റിയിലേക്ക് ഗതിമാറുന്നതിനുള്ള തിരുവിതാംകൂറിന്റെ വെമ്പലിൻ്റെതായിരുന്നു. ജനാധിപത്യം വന്നതിന് ശേഷമാണ്, അത് വേങ്ങയിൽ കുഞ്ഞിരാമ നായനാരാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ കേരളത്തിൽ കലഹമില്ലാത്ത ഏക നായർ തറവാട് തിരുവനന്തപുരം സെൻട്രൽ ജയിലാണ്, പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. കാരണം നായന്മാരെ മുഴുവൻ അവിടെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു, മരുമക്കത്തായും മക്കത്തായും തമ്മിലുള്ള വഴക്ക്. കാരണം അത് മാട്രിയാക്കൽ സൊസൈറ്റിയാണ്. ഇന്ത്യ മുഴുവൻ എടുത്താൽ ഇതര സമുദായങ്ങളെല്ലാം മാട്രിയാക്കൽ സൊസൈറ്റി. ഇന്ത്യയിലെ ദേവതാ സങ്കല്പങ്ങൾ ബ്രാഹ്മിനിറ്റിയുടേതല്ലാത്തതെല്ലാം എടുത്താൽ മാതൃദേവതകളാണ്. തന്ത്രത്തിനും ഈ സാധ്യതയുണ്ട്. വിശ്വവ്യാപകമായുള്ള പാട്രിയാക്കൽ സൊസൈറ്റിയും ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉയർകൊണ്ട മാട്രിയാക്കൽ സൊസൈറ്റിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ മറ്റൊരു മുഖവും BBC റിപ്പോർട്ടിനും ഇന്ന് കാണുന്ന വൈകല്യങ്ങൾക്കുമുണ്ട്. അത് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചരിത്രപരമായ വലിയൊരു അംശമാണ്. ഇത് നിങ്ങൾ കാണുമോ എന്നെനിക്കറിയില്ല. ഇതൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമോ എന്നെനിക്കറിയില്ല. സോഷ്യൽ മീഡിയ തൊട്ട് കളിക്കുമോ എന്നെനിക്കറിയില്ല. കളിക്കാൻ പാകത്തിന് ചിലരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോടും പറഞ്ഞിരുന്നു, നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മാട്രിയാക്കൽ സൊസൈറ്റി, പാട്രിയാക്കൽ സൊസൈറ്റി എന്നുള്ളത് തമ്മിലുള്ളതായ മത്സരം, അതിന്റെ ഭാഗവും ഇതിലൊക്കെ കിടന്ന് കളിക്കും. മാതൃദേവതയോട് വളരെ ചേർന്ന് നിന്നുകൊണ്ടാണ് തന്ത്രം പോകുന്നത്. അത് മാതൃദേവതയെ മാത്രം വെച്ചുകൊണ്ടല്ല. ചക്രം എന്ന് പറയുമ്പോൾ ശൈവവും ശാക്തേയവുമായ 4, 5, 9 ചക്രങ്ങളുടെ ചർച്ചയാണ്. ശങ്കരൻ അത് വളരെ ഭംഗിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. കോംപ്രമൈസ് ഒന്നും ശങ്കരൻ ചെയ്തിട്ടില്ല. വൈദികമായി ഏറ്റവും പഠിച്ച ശങ്കരൻ മാറ്റി എഴുതിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ കാര്യം. അതാണ് ഇതിന്റെ മെച്ചങ്ങളിലൊന്ന്. അത് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ചക്രസ്വരൂപം വർണ്ണിക്കുന്ന ശ്ലോകങ്ങളിൽ കൃത്യമായത് പറയുന്നു. അതുകൊണ്ട് പഠിച്ചു നോക്കുക. പഠിക്കുമ്പോൾ അത് ധ്യാനാത്മകമായി പഠിക്കുക. ഒരു ശ്ലോകം പഠിക്കുമ്പോൾ ആ ശ്ലോകം ധ്യാനാത്മകമായി പഠിക്കുക, ഉൾക്കൊള്ളുക. വീട്ടിൽ പോയിരുന്ന് ധ്യാനാത്മകമായി ഓരോ ദിവസവും ആ ശ്ലോകത്തെ ഉപാസിക്കുക. അപ്പം നിങ്ങളിൽ വരുന്ന മാറ്റം എന്താണ് എന്ന് നോക്കുക. പിന്നെ നിങ്ങളുടെ കൂടെ വൈദ്യശാസ്ത്രത്തോട് ബന്ധപ്പെട്ടവർക്ക് പഠിക്കാവുന്നത് 1-ാം മാസം മുതൽ 9-ാം മാസം വരെ, മോഡേൺ ഇതനുസരിച്ച് 9-ാം മാസം 20 ദിവസവും വരെ, 10-ാം മാസം വരെ എന്ന ചന്ദ്രമാസ കണക്കിന്
ചന്ദ്രമാസം, സൂര്യനെ ആസ്പദമാക്കിയുള്ള മാസക്കണക്ക്, ഇങ്ങനെ 2 കണക്കാണുള്ളത്. അതിൽ നമ്മൾ ചന്ദ്രമാസ കണക്കിൽ എല്ലാം പറയുകയും സൂര്യമാസ കണക്കിൽ പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു വൈകല്യം ഇന്നുണ്ട്. ചന്ദ്രനെ ആസ്പദമാക്കി പഠിക്കുമ്പോഴാണ് 27 ദിവസങ്ങളും മൾട്ടിപ്പിളും വരുന്നത്. സൂര്യനെ ആസ്പദമാക്കി പഠിക്കുമ്പോഴാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്ന ജനുവരിയും ഫെബ്രുവരിയും ഒക്കെ വരുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തി പഠിച്ചിട്ട് പഴയ പുസ്തകം എടുത്തു വെച്ച് 10 മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടനെ 30x10 300 ദിവസം എന്നാണ് പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. മോഡേൺ മെഡിസിൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു 270 ദിവസമേ ഉള്ളൂ, അല്ല 290 ദിവസമേ ഉള്ളൂ. അത് ഇവർക്ക് തെറ്റിപ്പോയതാണ്. 270 + 20 പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. അങ്ങനെയാണ് ഇതിന്റെ കണക്ക്. അങ്ങനെ വരുന്നത് വായിച്ച് മനസ്സിലാക്കാൻ ബോധമില്ലാതായി പോയതുകൊണ്ടാണ് എന്നെങ്കിലും മനസ്സിലായാൽ എളുപ്പം. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി അവരെഴുതിയിട്ടുണ്ട്. അവിടെ ചന്ദ്രമാസമാണ് കണക്കാക്കുന്നത്. താന്ത്രിക രീതിയിൽ ചന്ദ്രനെ ബേസ് ചെയ്താണ് മുഴുവൻ. അത് ആ കല രൂപാന്തരപ്പെടുന്നതിനെ, അതിൽ 16ാമത്തെ കലയാണ് പൂർണ്ണകല. ആ കലയെ കുറിക്കുന്നതാണ് ശ്രീ, അതാണ് ശ്രീവിദ്യ. അത് ഉപദേശിക്കാറുമില്ല. ഗുരുക്കന്മാർ പോലും അനുഭവപ്പെടാൻ സഹായിച്ചു കൊടുക്കുകയുള്ളൂ. 15 കലകളെ കുറിക്കുന്നത് മാത്രമേ ഉപദേശിക്കൂ. പഞ്ചദശാക്ഷരി മാത്രമേ ഉപദേശിക്കൂ. അങ്ങനെയാണ് ഇതിന്റെ രീതിവിധാനം. അത് വൈദികവുമാണ്. ബൃഹദാരണ്യകത്തിലുണ്ട്. ഈ കലയെ കുറിക്കുന്ന വിദ്യയെല്ലാം ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. സപ്താന്ന സർഗത്തിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചാൽ വളരെ നല്ലതാണ്, നല്ലൊരു പഠിക്കാവുന്നതാണ്. ചാന്തോക്യത്തിലുമുണ്ട്. ചാന്തോക്യത്തിലും ബൃഹദാരണ്യകത്തിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ഇതിന്റെ വർണ്ണന ശ്വേതാശ്വതരവും തരുന്നുണ്ട്. ഒക്കെ വ്യാഖ്യാനിച്ചെടുത്താലേ കിട്ടുള്ളൂ എന്ന് മാത്രം. ആ രീതിയിൽ ധ്യാനാത്മകമായി പഠിക്കുക, ഒരു അനുഭൂതി ലഭിക്കാൻ ശ്രമിച്ചാൽ നന്നാണ്. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്.